നിങ്ങളുടെ ഇപ്പോൾ ലേൺ ഫ്രം ഹോം ആണ് നമ്മുടെ പ്രോഗ്രാം, പൈത്തൺ ഫോർ എവരി വൺ, അറിയാലോ അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ജോയിൻ ചെയ്തവരാണ്. സോ അതിന് മുമ്പ് ഞാൻ എന്താണ് ഈ ടിങ്കർ ഹബ്ബ് എന്നുള്ളത് പറഞ്ഞുതരാം. ആക്ച്വലി ടിങ്കർ ഹബ്ബ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ കോളേജിലൊന്നും അത്ര സുപരിചിതമല്ലാത്ത ഒരു സംഭവമാണ്. എന്താ പറയാ, ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറെ സ്റ്റുഡൻസ് മാത്രമാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഇത് ആക്ച്വലി നമ്മുടെ കോളേജിൽ മാത്രമുള്ളതല്ല, നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു ചാപ്റ്റർ അതിൻ്റെ തുടങ്ങിയിരിക്കുന്നത് TinkerHub RIET ട്രിവാൻഡ്രം എന്ന് കാണാം. ഇത് ആക്ച്വലി TinkerHub ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് ഇതിപ്പോ ഒരു എന്താണ് ഒരു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മളിപ്പോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തതിന്റെ പിന്നിൽ ഒരു 1-2 റീസൺസ് ഉണ്ട്. അത് ഞാൻ വേണമെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഫസ്റ്റ് ഇയറിൽ വന്നു. ഇവിടെ ആക്ച്വലി അക്കാഡമിക്സിലെല്ലാം പഠിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഇതിഹയൊക്കെ പോലെ ഉള്ള എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ വരുമ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ നോളജ് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇതിഹ പോലുള്ള ടെക് ഫെസ്റ്റുകളിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. എന്താ നമ്മളിപ്പോൾ ടെക് എക്സ്പോ ഒക്കെ നമുക്ക് അറിയായിരിക്കും. ഫസ്റ്റ് ഇയേഴ്സ് അറിയുമെന്ന് അറിയത്തില്ല, സെക്കൻഡ് ഇയേഴ്സിലൊക്കെ അറിയായിരിക്കും. നിങ്ങൾ എക്സ്പോയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഒക്കെ എന്തെങ്കിലും കാര്യത്തിൽ കിട്ടുന്നത്, റൈറ്റ്? അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തൊക്കെ പഠിക്കും. നിങ്ങൾ സിലബസ് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു നോളജ് ഗെയിൻ കിട്ടുന്നുണ്ട്. പിന്നെ അല്ലാതെ നോക്കുവാണെങ്കിൽ നമ്മുടെ കോളേജിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഒരു ഹാക്കത്തോണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക്ഷോപ്പൊക്കെ നടക്കുമ്പോൾ ഈ ക്രെഡിറ്റ് പോയിന്റ്സിന് വേണ്ടി, ഐ മീൻ ആക്ടിവിറ്റി പോയിന്റ്സിന് വേണ്ടി അല്ലാതെ എല്ലാവർക്കും ഒരു ഉള്ളിൽ നിന്ന് ഇതൊക്കെ ചെയ്യണം, പഠിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഒരു കുറച്ച് പേർക്കെങ്കിലും ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഒരു ടെക്നിക്കലിൽ ഒരു എന്താ പറയുക, ഒരു നമ്മുടെ ഒരു കോളേജിലെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ലേൺ ചെയ്യാനും എന്താണ് ഷെയർ ചെയ്യാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതിനൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ TinkerHub കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ആക്ച്വലി ബാക്കിയുള്ള ഇതുപോലെ ഒരു ക്ലബോ ഓർഗനൈസേഷനോ അങ്ങനെ പ്രത്യേകിച്ച് മെമ്പർഷിപ്പോ അങ്ങനെ ഒന്നുമില്ല. ഇതൊരു ഫ്രീ ഓർഗനൈസേഷനാണ്. ഓർഗനൈസേഷൻ അല്ല, ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. ഇത് ആക്ച്വലി രജിസ്റ്റേർഡ് ആണ് ഇൻ സം NGOs ആൻഡ് ഓൾ, അങ്ങനെ രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു നമ്മളിപ്പോൾ ആക്ച്വലി ഇവിടെ ഒരു ഇന്നോഗ്രേഷൻ പോലും നടത്തിയിട്ടില്ല. നിങ്ങൾ ആരും കൊണ്ട് തന്നെ വലിയ അവെയർ അല്ലെന്ന് എനിക്കിതറിയാം. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു ക്വിക്ക് ഇൻട്രൊഡക്ഷൻ കൂടെ പറഞ്ഞു തരുന്നത്. ഇതൊരു ഫ്രീ ആയിട്ടുള്ളൊരു ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള ആർക്കും ജോയിൻ ചെയ്യാം. ഇവിടെ അങ്ങനെ ടീച്ചർ സ്റ്റുഡൻറ് അങ്ങനെ ഒരു ഒരു മോഡലല്ല ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ ഒരു പിയർ ടു പിയർ എഡ്യൂക്കേഷൻ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ലൈക്ക് നമ്മുടെ കോളേജിൽ നമുക്കറിയാം ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ ആക്ച്വലി ഒരുപാട് ഏലിയനേറ്റഡ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ബാക്കിയുള്ളവരുമായിട്ടൊന്നും വലിയ രീതിയിൽ ഇൻട്രാക്ഷൻ പോലും നമ്മുടെ കോളേജിന്റെ സാഹചര്യം കൊണ്ട് സമ്മതിക്കുന്നില്ല. ലൈക്ക് റാഗിങ്ങിന്റെ ഇഷ്യൂ കൊണ്ടായിരിക്കാം. അപ്പോൾ അവർക്കൊന്നും ആക്ച്വലി ഒരു ബാക്കിയുള്ളവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളും ഫസ്റ്റ് ഇയറിൽ നിങ്ങളെക്കാളും സീനിയേഴ്സിന് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾ ഈ ഫസ്റ്റ് ഇയേഴ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ കോളേജിൽ അങ്ങനെ ഒരു സന്ദർഭം വലുതായിട്ട് നടക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞങ്ങളുടെ ഒന്നും വന്ന സമയത്ത്, ഞങ്ങൾ ഫസ്റ്റ് ഇയർ ആയ സമയത്തൊന്നും ഞങ്ങൾക്കൊന്നും അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു എന്താ ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഇയർ സമയത്ത് നമുക്ക് ആക്ച്വലി ആഡ് ഓൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന സമയമാണ് ഫസ്റ്റ് ഇയർ ഒക്കെ. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലൊക്കെ നമുക്ക് ആക്ച്വലി സിലബസിന് പുറത്തുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചു തുടങ്ങാനുള്ളതെന്ന് പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിന്റെ വെച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങൾ സീരിയസ് ആയിട്ട് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ തേർഡ് ഇയർ ആയിട്ടാണ് ഞങ്ങൾ കുറച്ച് എങ്കിലും ബിയോണ്ട് ദ സിലബസ് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയതും വർക്ക് ചെയ്ത് തുടങ്ങുന്നതും ഞങ്ങൾക്കൊരു പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്നതും ഇപ്പോഴാണ്. അപ്പോഴാണ് ഞങ്ങളിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് ഉള്ളൊരു വർക്ക്ഷോപ്പിനോ ഒരു ഹാക്കത്തോണൊക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ബാക്കിയുള്ള കോളേജിലെ പിള്ളേർ എത്ര നമ്മളെക്കാളും എന്ത് ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതാണ്. നമ്മൾ എത്ര പിറകിലാണെന്നും നമ്മളെപ്പോലെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒരു ബിടെക് പ്രൈവറ്റ് കോളേജിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജിലോ പഠിച്ചവർക്ക് നമ്മളിൽ നിന്ന് നമ്മളെക്കാളും എത്ര കിടിലങ്ങളാണെന്ന് നമുക്ക് അവിടേക്ക് പോയാലേ മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ ഈ കോളേജിന്റെ ചുറ്റ് 4 ചുവരിന്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയത്തില്ല. അതിന് നമുക്ക് ആക്ച്വലി
അത് മാറ്റിയെടുക്കാനാണ് നമ്മൾ ഇതുപോലത്തെ ഒരു കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോളേജിൻ്റെ അകത്തുള്ള എല്ലാവരുമായിട്ടും ഒരു എന്താ പറയുക, ഒരു ഇന്ററാക്ഷൻ കൊണ്ടുവരിക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഏത് സീനിയറിനെ അപ്രോച്ച് ചെയ്താൽ അതിനൊരു ഹെൽപ്പ് കിട്ടുമെന്ന് പോലും ആർക്കും അറിയത്തില്ല. ആരെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തത് കൊണ്ടാണ് ഒരു എന്താ പറയാ, ഒരു എന്താണ് ഒരു പ്രോഗ്രസ് വരാത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനാണ് നമ്മൾ ഇങ്ങനൊരു ജസ്റ്റ് ഒരു ഫ്രീ കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഞങ്ങളിപ്പോൾ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങി അതിൻ്റെ അകത്ത് ഞങ്ങളെ കൊണ്ട് കിട്ടുന്ന കളക്ട് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്യാമ്പസ് എപ്പോഴും ലൈവ് ആക്കുക. എന്താ നമുക്ക് അക്കാഡമിക്സിന് തന്നെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. നോൺ അക്കാഡമിക്സ് ആയിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ അതിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഒരുപാട് ഇവന്റ്സ് നടത്തുക. നമ്മൾ സീറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ക്ലാസ്സിനേക്കാളും കൂടുതൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർ ഭയങ്കര എനർജറ്റിക് ആണ്, ഭയങ്കര ആക്റ്റീവാണ്. എവിടെയെങ്കിലും പോയാലും അവർ അതേ സ്പിരിറ്റ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി ഉറക്കം തൂങ്ങിയ പോലെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. അത് നമുക്ക് മാറ്റിയെടുക്കണം എന്നുള്ളൊരു ഉദ്ദേശമാണ് നമ്മൾ ഈ ബ്രാഞ്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ചാപ്റ്റർ നമ്മുടെ കോളേജിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു എന്താ ഒരു ഇന്നോഗ്രേഷൻ പോലും നടത്തിയിട്ടില്ല. ഇന്നോഗ്രേഷൻ ഞങ്ങൾ മീൻ ചെയ്യുന്നതും അങ്ങനെ ഇന്നോഗ്രേഷൻ കൊണ്ട് ഒരു അർത്ഥവും ഇല്ല. നമുക്ക് എന്താണ് എത്തിക്കേണ്ടത്, ഇവിടെ കോളേജിലുള്ള ആക്ടിവിറ്റീസിന് പ്രൊമോട്ട് ചെയ്യുക, ഒരുപാട് കുട്ടികളുടെ ഇതിലേക്ക് എന്താണ് അവർക്കൊരു ഇതുകൊണ്ട് ഉപയോഗം വരുത്തുക, എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു എന്താണ് ഒരു ബ്രിഡ്ജ് പോലെ നിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണമെങ്കിൽ അതിന് നമ്മുടെ കോളേജിൻ്റെ അകത്തുള്ള ഈ RIT ട്രിവാൻഡ്രം ചാപ്റ്ററിൻ്റെ അകത്തുള്ള കമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ കേരളത്തിൽ 10-50ഓളം കോളേജുകളിൽ ടിങ്കർഹബ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അവരെല്ലാവരും വോളണ്ടറി ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും അതായത് ഒരു പേയ്മെന്റും ഇല്ലാതെ തന്നെ നമുക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയർ ആയാലും തേർഡ് ഇയർ ആയാലും ഏത് ബ്രാഞ്ച് ആയാലും വിഷയമില്ല. നിങ്ങൾക്ക് എന്ത് പഠിക്കണമെങ്കിലും അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. നമ്മളത് കാണാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം മാറ്റി കിടന്ന് നമ്മുടെ കോളേജും നമ്മുടെ പിള്ളേർക്കും നമുക്ക് എല്ലാവർക്കും ഒരു ബെനിഫിറ്റ് കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യമാണ് ടിങ്കർഹബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സെൽഫ് ലേണിങ്ങും പിയർ ടു പിയർ ലേണിങ്ങുമാണ്. പിയർ ടു പിയർ ലേണിംഗ് നിങ്ങൾക്ക് അറിയാൻ തോന്നും. അതായത് എനിക്ക് ഒരു കാര്യം അറിയാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതാണ് പിയർ ടു പിയർ ലേണിംഗ്. ഇപ്പോൾ ലേൺ ചെയ്ത കാര്യം ഷെയർ ചെയ്യാനും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്കിവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ആർക്ക് വേണമെങ്കിലും ഈ കമ്മ്യൂണിറ്റിയിൽ അംഗമാവാം. ഇതിനങ്ങനെ നമ്മുടെ ബാക്കിയുള്ള കോളേജിലെ ക്ലബ്സിനെ പോലെ തന്നെ മെമ്പർഷിപ്പ് ഫീസ് അങ്ങനത്തെ ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു മണിയുടെ ആവശ്യം ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വലിയ എക്സ്പേർട്ടിനെ എങ്ങാനും നമുക്ക് വിളിക്കേണ്ടി വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ക്യാഷ് വരുമെങ്കിൽ മാത്രമേ ഞങ്ങൾ പൈസ വാങ്ങത്തുള്ളൂ. അല്ലാതെ ഇതെല്ലാം ഫുൾ ഒരു വോളണ്ടറി ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതാണ് ടിങ്കർഹബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ അറ്റ് പ്രസന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ ഈ സെമ്മിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരോട്ടും അങ്ങ് എത്താൻ പറ്റിയിട്ടില്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എത്താൻ പറ്റിയിട്ടില്ല. നമ്മൾ SSCSC എന്നാണ് സ്റ്റാർട്ട് തുടങ്ങിയത്. പക്ഷെ ഇത് ആക്ച്വലി ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓർഗനൈസേഷനോ ഡിപ്പാർട്ട്മെന്റിന്റെ കമ്മ്യൂണിറ്റിയോ ഒന്നും അല്ല. കോളേജ് മൊത്തത്തിൽ ഒരേ കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കോളേജിൻ്റെ അകത്ത് മാത്രമല്ല, പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് നമുക്ക് വാങ്ങുക, അതുകൊണ്ട് നമുക്കും ബെനിഫിറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർക്കും ബെനിഫിറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് സംസാരിക്കാം. നിങ്ങൾ ഇതിൻ്റെ അകത്ത് പേടിക്കൊന്നും വേണ്ട. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്, സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പൈത്തൺ ഫോർ എവരിവൺ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ പഠിച്ച പൈത്തൺ ഞങ്ങൾ കുറച്ച് വർക്ക് ചെയ്ത ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു. അത് പഠിക്കാൻ താല്പര്യമുള്ള വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും കുറച്ച് വേറെ ലാംഗ്വേജ് അറിയാവുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് യൂസ് ഉണ്ടാക്കുക. അതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. കാരണം നമ്മളെല്ലാവരും ഒരേ ആൾക്കാർ തന്നെയാണ്. ഓക്കെ. അപ്പോൾ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഇനി ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾ എൻ്റെ ബാനറിൽ നിൽക്കുക. ബാക്കി കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഒരു വെബ്സൈറ്റ് ആണ് tinkerhub.org എന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിനകത്തുണ്ട്. ടിങ്കർഹബ്
ഫൗണ്ടേഷൻ എന്താണ്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, കേരളത്തിലെ ക്യാമ്പസ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അതിലൂടെ കിട്ടും. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. 7 മണിയായി. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്നെ ആദ്യം പരിചയപ്പെടുത്താം. എൻ്റെ പേര് അഭിഷേക്, S6 CSE തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുറച്ച് പേർക്ക് പ്രോഗ്രാമിംഗ് നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഒത്തിരി നെറ്റ് ഇഷ്യൂ ഉണ്ട് ചെറുതായിട്ട്. ഞാനിപ്പോൾ ഞങ്ങളുടെ ഫോമാണ് വെച്ചേക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ അകത്ത് കുറച്ച് പേർക്കെങ്കിലും കാണാമല്ലോ അല്ലേ? ഇപ്പൊ നമ്മൾ ഗൂഗിൾ ഫോമിലേ കാണുന്നത്. ഓക്കെ. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾ രജിസ്റ്റേർഡ് ആൾക്കാരാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് പേരെങ്കിലും പ്രോഗ്രാം എക്സ്പീരിയൻസ് ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ഞങ്ങൾ മാക്സിമം ബിഗിനർ ഫ്രണ്ട്ലി ആക്കി അവർക്കും ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ളൊരു ലക്ഷ്യത്താണ് നമ്മൾ കോഴ്സ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് സാധാരണ ഉള്ള പോലെ ഉള്ള ഒരു ക്ലാസ് ആയിരിക്കത്തില്ല. നിങ്ങൾ കോളേജിൽ പഠിപ്പിക്കുന്ന പോലെ ജസ്റ്റ് എല്ലാം പറഞ്ഞ് തിയറി എല്ലാം പറഞ്ഞ് നോട്ടാക്കി തരുന്ന പരിപാടിയല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് ലേണിംഗും പിയർ ടു പിയർ ലേണിംഗും ആണ് നമ്മുടെ പ്രൊമോഷൻ. മാത്രമല്ല ഇത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എത്ര പറഞ്ഞു വന്നാലും നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ പഠിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ മാക്സിമം ഗൈഡൻസും സപ്പോർട്ടും, പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത എന്ത് കാര്യത്തിൻ്റെയും ഡൗട്ട്സ് നമുക്ക് അറിയാത്തതാണെങ്കിൽ ഞങ്ങൾ എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ച് നമുക്ക് പറഞ്ഞു തരും. സോ നമ്മുടെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പൈസ ആണ് ഇതിൻ്റെ അകത്ത് ഇന്നത്തെ ഫസ്റ്റ് പ്രസന്റേഷൻ എടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരും സപ്പോർട്ട് ചെയ്യാൻ കാണും. അപ്പോൾ പൈസക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. പൈസ അതിൻ്റെ അകത്തുള്ള ബേസിക് പ്രോഗ്രാമിങ്ങിൻ്റെയും സ്ട്രക്ചറും ഒക്കെ പറഞ്ഞു തരും. അതിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം ചോദിച്ചു പോവുക. ഇത് ലൈവ് ക്ലാസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുക, എല്ലാവരും ഇന്ററാക്ട് ചെയ്യാതിരിക്കരുത്. പൈസക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ തോന്നുന്നു. പൈസ, ഹലോ. ഹലോ. ഓക്കെ, കേൾക്കാം. കേൾക്കണം. പറ. ഹലോ, ഞാൻ ഫെയ്സ, 6 CSE സ്റ്റുഡന്റ് തന്നെയാണ്. സ്ക്രീൻ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. എന്നെ അറിയുന്ന കുറച്ച് പേര് അറിയാത്തവരായിരിക്കും ഒരുപാട്. അപ്പോ അബി മെൻഷൻ ചെയ്ത പോലെ നമ്മൾ പൈത്തൺ ആണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക, നിങ്ങൾ കേട്ടോണ്ടിരിക്കുക, ഈ ഒരു ക്ലാസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഠിക്കുന്നു, അതാണ്. ബിക്കോസ് ഇതില് പ്രോഗ്രാമിംഗ് നോളജ് ഉള്ള ഒരു കുറച്ചു പേരെങ്കിലും ഇതിൻ്റെ അകത്ത് കാണും. അപ്പൊ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും നിങ്ങളിവിടെ പറയുക, എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാനിവിടെ പറയും. ഞാനൊരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ മാത്രം സംസാരിക്കത്തില്ല, എൻ്റെ കൂടെ എല്ലാവരും സംസാരിക്കണം. പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ വോളണ്ടറി ആയിട്ട് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് ആൻസർ ചെയ്യേണ്ടി വരും. സോ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. വാട്ട് ഈസ് പൈത്തൺ? ഇതിലിപ്പം എല്ലാവരും ചിന്തിക്കും പൈത്തൺ ഞങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു പാമ്പിന്റെ പേരാണ്. ബയോമാക്സ് പഠിച്ചവർക്കൊക്കെ അറിയായിരിക്കും. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള പൈത്തൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പാമ്പാണ്. ഞാനും അതായിരുന്നു. ഫസ്റ്റിലെ ഞാനും നിങ്ങളെ പോലെ കേട്ടിരുന്നപ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ ക്ലാസ് ഇരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇതെന്താ പഠിപ്പിക്കാൻ പോകുന്നത്, ബാക്കിയുള്ളവരാ പറഞ്ഞത് ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പൈത്തൺ നമ്മൾ സിയും ജാവയും C++ഉം പോലെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇതാണ് പൈത്തൺ, ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമുക്ക് ഈ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്. അപ്പൊ പൈത്തൺ അതിന്റെ ഒരു മീഡിയം, ലൈക്ക് ഒരു ലാംഗ്വേജ്. പൈത്തൺ, C++, ജാവ, റൂബി, ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. അതിൽ ഒന്ന് പൈത്തൺ. ദെൻ ഇതിന് പൈത്തണിനെ കുറിച്ച് പറയാൻ മെയിൻലി ആ 4 പോയിന്റ്സ് ആണുള്ളത്. പൈത്തൺ ഒരു ബിഗിനർ ലാംഗ്വേജ് ആണ്, ഇന്റർപ്രറ്റഡ് ആണ്, ഇന്ററാക്റ്റീവ് ആണ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആണ്.
സോ ഈ 4 വേർഡ്സും എന്താണെന്ന് നിങ്ങളിൽ ഓരോരുത്തർ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. സോ ആർക്കെങ്കിലും ഒരാൾക്ക് എന്താണ് ബിഗിനേഴ്സ് ലാംഗ്വേജ് പൈത്തണിനെ ബിഗിനേഴ്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം. ആരും മിണ്ടൂല എന്നാണോ? നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം കേട്ടോ. വിളിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മളെല്ലാരും അറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് വിടുന്നത്. ഇത് ആക്ച്വലി ഇവിടെ നമ്മള് ഇന്ററാക്റ്റീവ് സെഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാരും സംസാരിക്കുക. എന്ത് പൊട്ടത്തിട്ടാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മൈൻഡ് സ്ട്രൈക്ക് ചെയ്യുന്നത് പറയുക. ബിഗിനേഴ്സ് ലാംഗ്വേജ് എന്താണ് മൈൻഡ് സ്ട്രൈക്ക് ചെയ്ത ആ കാര്യം പറയും. സ്ക്രീൻ കാണാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? ഹലോ ഹലോ, ആ പറഞ്ഞോളൂ. ആരെങ്കിലും ഒരാൾ പറയൂ എന്താണ് ബിഗിനേഴ്സ് ലാംഗ്വേജ് എന്നുകൊണ്ട് പൈത്തൺ ഉദ്ദേശിക്കുന്നത്. ഈ ബിഗിനേഴ്സ് ലാംഗ്വേജ് എന്ന് പറയുമ്പം എന്തോ ഈ പ്രോഗ്രാമിംഗ് അറിയാത്തവർക്കും ഇത് എളുപ്പം പഠിച്ചെടുക്കാന്നുള്ള ഒരു ഐഡിയ ആണോ ബിഗിനേഴ്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത്? അത്ര തന്നെ. ബിഗിനേഴ്സ് ലാംഗ്വേജ് എന്ന് പറയുമ്പം ഇയാള് പറഞ്ഞ കണക്ക് തന്നെ ഒരു പ്രോഗ്രാമിംഗ് നോളജ് ഇല്ലാത്ത ഒരാൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്. നിങ്ങൾക്ക് കോഡ് ചെയ്തെന്ന് വെച്ചാൽ പ്രോഗ്രാം എഴുതി വരുമ്പോൾ മനസ്സിലാവും. നോർമൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഒന്നും അറിഞ്ഞൂടാത്ത ഒരാൾക്കും ഇത് പഠിച്ചു തുടങ്ങാം. ഞാനും ഇത് പഠിച്ചാണ് തുടങ്ങിയത്. ലൈക്ക് ഞങ്ങളുടെ ഫസ്റ്റ് സെമിസ്റ്ററിലും പൈത്തൺ ആയിരുന്നു ആദ്യം പഠിക്കാനുണ്ടായിരുന്നത്. വളരെ ബേസിക് ആയിട്ട് ആർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ്. ദെൻ നെക്സ്റ്റ് ഇന്റർപ്രറ്റഡ്. ഇത് CSE പഠിക്കുന്ന ഒരാൾക്കേ പറയാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല വേറെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. ഒരാൾക്ക് പറയാം. ആരും മിണ്ടൂല, വാശിയിലാണ്. ഹലോ ഹലോ അതെ, നമ്മളെ കൂട്ടത്തില് S6ന്റെ പുലികളുണ്ട്, S4ന്റെ പുലികളുണ്ട്, S1ന്റെ പുലികളുണ്ട്. S1 കാരെ വിട്ടേക്ക്. ഇന്റർപ്രറ്റഡ് എന്ന് ഏതെങ്കിലും ആരെങ്കിലും ഒരാൾ പറ. ലൈക്ക് എന്താണ് മീൻ ചെയ്യുന്നത്? ഇതിനകത്ത് കാർത്തിക് ഉണ്ടോ? കാർത്തിക് ബി. ഹലോ കാർത്തിക്, അറിയാമെങ്കിൽ പറയൂ. S4ല്ലേ? നിങ്ങളിങ്ങനെ മ്യൂട്ട് ചെയ്ത് ഇരുന്ന് കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇന്ററാക്ട് ചെയ്യുക. കേട്ടോണ്ടിരുന്നിട്ട് ഒരു കാര്യം. ഞാൻ മാത്രം പറഞ്ഞോണ്ടിരിക്കത്തതും ഇല്ല. എന്റെ കൂടെ സംസാരിക്കാൻ ആൾക്കാർ വേണം. ഇന്റർപ്രറ്റഡ് എന്ന് പറയുമ്പോ മറ്റേ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യുന്നതാണോ? മെഷീൻ ലാംഗ്വേജ് കുറെ സംഭവം. അത് തന്നെ. കമ്പൈലർ, ഇന്റർപ്രറ്റർ, അതാണ് ഉദ്ദേശിച്ചത്. കമ്പൈലർ ആയിരിക്കും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളത്. കാരണം സിയും C++, ജാവ എല്ലാം കമ്പൈലിംഗ് ആണ്. ഇന്റർപ്രറ്റിംഗ് പൈത്തൺ അങ്ങനെ. ഇന്റർപ്രറ്റിംഗ് മീൻസ് ലൈൻ ബൈ ലൈൻ കോഡിന് ഇത് ചെയ്തെടുക്കുക, കമ്പൈൽ ചെയ്തെടുക്കുക. ഇപ്പൊ ഞാൻ ഇങ്ങനെ ലൈൻ ബൈ ലൈൻ കോഡ് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂസിങ് ആവും. ഇത് നമുക്ക് ഈ സെഷന്റെ ലാസ്റ്റ് പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇന്റർപ്രറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയ അത് അത് അപ്പം തന്നെ കമ്പൈൽ ചെയ്ത് കാണിക്കും. ഓരോ ലൈൻ ബൈ ലൈൻ ആയിരിക്കും. പക്ഷെ ആ സ്ഥാനത്ത് സിയും C++ലൊക്കെ ആകുമ്പം ഹോൾ കോഡ് എഴുതിയതിനു ശേഷമാണ് നമ്മൾ കമ്പൈൽ ചെയ്തത്. വെച്ചാൽ ഒരു ഫുൾ പ്രോഗ്രാം എഴുതിയിട്ടാണ് കമ്പൈൽ ചെയ്യുന്നത്. ഇത് ലൈൻ ബൈ ലൈൻ ആണ്. ഒരു ഫുൾ കോഡിന്റെ ഓരോ ലൈൻ ബൈ ലൈൻ ആണ് ചെയ്യുന്നത്. ദെൻ ഇന്ററാക്റ്റീവ്.
ഇന്ററാക്റ്റീവ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡിന്റെ മീനിങ് പറഞ്ഞാലും മതി ആരെങ്കിലും. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതും. എന്താണ് ഇന്ററാക്റ്റീവ്? ഫീസ് ആരെങ്കിലും വിളിച്ച് ചോദിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ നമ്മുടെ ടൈം ഒരുപാട് പോകും. ഓക്കെ, ഇതില് അദീല എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു എന്താണ് ഇന്ററാക്റ്റീവ്. സംസാരിക്കൂലേ? ഹലോ, എല്ലാരും കൊറോണ കാരണം മൗനവ്രതത്തിലാണെന്ന് തോന്നുന്നു. ആരും സംസാരിക്കുന്നില്ലല്ലോ. എന്നാ നമുക്ക് അടുത്ത വിളിക്കാം. അഖിൽ എ. അഖില് ഒരു വെബിനാറായിട്ട് നിങ്ങൾ കാണരുത്. ഇത് നിങ്ങൾക്ക് സംസാരിച്ച് നമുക്ക് പെട്ടെന്ന് പഠിച്ചു പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക എന്നത് വളരെ ബോറിംഗ് പരിപാടിയാണ്. അഖിൽ, എന്താണ് ഇന്ററാക്റ്റീവ്? ആര് സംസാരിക്കത്തില്ല? അപ്പൊ ഞാൻ തന്നെ പറയാം. എല്ലാരും പോയേക്കും. ഇപ്പൊ നമ്മൾ എന്താണോ ചെയ്യാതിരിക്കുന്നത് അത് തന്നെയാണ് ഇന്ററാക്റ്റീവ്. അതിനാണ് ഇന്ററാക്റ്റീവ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ കൊണ്ട് ഇത്രയും നേരം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം, ഞാൻ എന്തെങ്കിലും സംസാരിക്കും അതിന് റെസ്പോണ്ട് ചെയ്യുക, ഇത് തന്നെയാണ് ഇന്ററാക്റ്റീവ് മീൻ. നമ്മൾ എന്താ പൈത്തണിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും അതിനൊരു റെസ്പോൺസ് കാണും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലൈൻ ബൈ ലൈൻ ആണ്. ഓരോ ലൈൻ ബൈ ലൈനിലും ഇത്രയ്ക്കും യൂസറുമായിട്ട് ഇന്ററാക്റ്റീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് പൈത്തൺ. ഓരോ വരി കോഡ് എഴുതുമ്പോഴും ഓരോ ലൈൻ കോഡ് എഴുതുമ്പോഴും നിങ്ങൾക്ക് ഇതുമായിട്ട് സിസ്റ്റമായിട്ട് അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻപുട്ടിന്റെ ഔട്ട്പുട്ട് അപ്പൊ അത് തന്നോണ്ടിരിക്കും. അതിനാണ് ഇന്ററാക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ്. നിങ്ങളെല്ലാവരും സംസാരിക്കില്ല എന്നുള്ള വാശിയിലാണ്, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. പൈത്തൺ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. ലൈക്ക് ഇതിൽ എല്ലാം നമുക്ക് ഒരു ക്ലാസിന്റെ അകത്ത് എൻകാപ്സുലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഇപ്പൊ ചിന്തിക്കുക, എന്താണ് ക്ലാസ്, എന്താണ് ഒബ്ജക്റ്റ്, ഇങ്ങനെ ഒരു സെൻസ് വന്നു. നമ്മളുടെ സറൗണ്ടിങ്സിലുള്ള എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പം ഒരു ക്ലാസ് എന്ന് പറയുമ്പം ഇപ്പൊ കാറിനെ നമുക്കൊരു ക്ലാസ് ആക്കി എടുക്കാം. ഈ കാറിന്റെ അകത്ത് വരുന്ന ഒബ്ജക്ട്സ് ആണ് ഓരോ ബ്രാൻഡിന്റെ കാർ വരത്തില്ലേ. ഇപ്പം മാരുതി സുസുക്കി ഓൾട്ടോ, ദെൻ ടൊയോട്ടോയുടെ എറ്റിയോസ് ക്രോസ്, ഹുണ്ടായിയുടെ i20, ഇങ്ങനെ ഓരോ കാർ. അപ്പം ഇതെല്ലാം ഓരോ ഒബ്ജക്ട്സ് ആണ്. ഇതെല്ലാം കൂടി ഇരിക്കുന്ന ഒരു ക്ലാസ് ആണ് കാർ. ഇപ്പം ഒരു റിയൽ വേൾഡിൽ നമുക്ക് പറയുമ്പോൾ ഇങ്ങനെ പറയാം. പ്രോഗ്രാമിംഗ് സെൻസിൽ വരുമ്പം ക്ലാസ്സിനും ഒബ്ജക്റ്റിനും ഈ സെയിം മീനിങ് ആണ്, പക്ഷെ കാര്യങ്ങൾ മാറി വരും. അത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ദെൻ നമുക്ക് പൈത്തണിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കാം. ഇതില് ഞാനിപ്പം എല്ലാ ആപ്ലിക്കേഷനോട് പറയാൻ നിന്നാൽ നിങ്ങൾക്കും ഭ്രാന്തെടുക്കും, എനിക്കും ഭ്രാന്തെടുക്കും. ഇപ്പൊ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളത് ഈ AI ML ഇപ്പം എല്ലാ സ്ഥലത്തും ഉള്ളതാണല്ലോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പൈത്തൺ ആണ്. ദെൻ വെബ് ആൻഡ് ഇന്റർനെറ്റ് ഡെവലപ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പൈത്തൺ ആണ്. ഡേറ്റാബേസിൽ ആക്സസ് ചെയ്യാൻ SQL. ഡേറ്റാബേസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെ ബോറാക്കുന്നില്ല. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഇയേഴ്സിന് അറിയാതിരിക്കണം. ഡേറ്റാബേസിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈത്തൺ ഉപയോഗിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് പ്രോഗ്രാംസിന് ഉപയോഗിക്കുന്നുണ്ട്. ഗെയിംസിനും 3D ഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാനും പൈത്തൺ തന്നെയാണ്. ഈ ഡെസ്ക്ടോപ്പ് GUI ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, അതാണ് GUI മീൻസ്. നമ്മൾ കാണുന്ന സ്ക്രീൻ ഇല്ലേ, ഇതാണ്. അത് ഡിസൈൻ ചെയ്യാൻ നമുക്ക് പൈത്തൺ വെച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സ്ക്രീനൊക്കെ നമുക്ക് എങ്ങനെ, എവിടെയൊക്കെ എന്തൊക്കെ ഇരിക്കണം, എന്തൊക്കെ കാണണം, അതെങ്ങനെയൊക്കെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പൈത്തൺ വെച്ച് ചെയ്യാൻ പറ്റും. അതാണ് GUI എന്ന് പറയുന്നത്. ഗ്രാഫിക്സ് ഉള്ള ഇപ്പൊ നിന്റെ സ്ക്രീനിൽ ഇരിക്കണമെന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ലൈക്ക് എവിടെ എന്ത് വേണം, എനിക്ക് ഇതിപ്പം ഇങ്ങനെ ഇരിക്കണം.
ഇതിന്റെ യൂസർ ഇന്റർഫേസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ യൂസ് ചെയ്യും. Then there's a question, why Python? എന്തുകൊണ്ട് പൈത്തൺ? ബാക്കിയുള്ള ലാംഗ്വേജിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് പൈത്തൺ ഭയങ്കര വാല്യൂ ഉള്ള ഒരു ലാംഗ്വേജ് ആണ്. ലൈക്ക് പൈത്തൺ ഇല്ലാത്ത ഒരു IT ഫീൽഡ് എന്ന് പറയുന്നത് വളരെ കാണത്തില്ല. ഏത് സെക്ടറിൽ നോക്കിയാലും പൈത്തൺ ലാംഗ്വേജ് കാണും. അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. അതിന്റെ റീസൺസ് ആണ് ഞാൻ ഈ പറയുന്നത്. പൈത്തൺ എല്ലാ പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യും. വിൻഡോസിലായാലും മാക്കിലായാലും ലിനക്സിലായാലും റാസ്ബെറി പൈലായാലും എല്ലാ പ്ലാറ്റ്ഫോമിലും പൈത്തൺ വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലുള്ള സിമിലർ സിൻടാക്സ് ആണ് പൈത്തൺ. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്തവർ മനസ്സിലാവും. അത്രയ്ക്കും സിമ്പിൾ ആണ്, സിൻടാക്സ് സിമ്പിൾ ആണ് ആസ് കമ്പയർഡ് ടു സി, ജാവ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സിൻടാക്സ് വളരെ സിമ്പിൾ ആണ്. പിന്നെ ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് നോക്കുമ്പോൾ കോഡ് വളരെ കുറവായിരിക്കും. ഇപ്പം ഇക്കൂട്ടത്തിലുള്ള സെക്കൻഡ് ഇയേഴ്സിന് അത് നമുക്കിപ്പോ ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. ലൈക്ക് ഒരു C പ്രോഗ്രാമിംഗിൽ ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം 4 ലൈൻ കോഡ് എന്തായാലും വേണം. അതുപോലെ ജാവയിൽ പ്രിന്റ് ചെയ്യുമ്പോഴും 3 ലൈൻ കോഡ് വരും. പക്ഷേ ഒരു പൈത്തണിൽ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് 1 ലൈനിൽ ഹലോ വേൾഡ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡിഫറൻസ് പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ലാംഗ്വേജ് ബേസിൽ വരുമ്പോൾ ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. പിന്നെ ഇന്റർപ്രറ്റർ വെച്ചിട്ടാണ് പൈത്തൺ വർക്ക് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പം നമ്മളൊരു കോഡ് ഇങ്ങനെ റൈറ്റ് ചെയ്യുമ്പോൾ തന്നെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ടൈം വളരെ കുറവായിരിക്കും. ടൈം കൺസ്യൂമിങ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് കുറവായിരിക്കും. സാധാരണ നമുക്ക് ഫുൾ പ്രോഗ്രാം എഴുതി അതിനെ GCC കമ്പൈലർ വെച്ച് കമ്പൈൽ ചെയ്ത് പിന്നെ ഔട്ട്പുട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഗ്യാപ്പ് ഇവർ പൈത്തണിൽ വരത്തില്ല. നമുക്ക് ഇൻപുട്ട് ചെയ്യുന്ന അനുസരിച്ച് തന്നെ ഔട്ട്പുട്ട് കിട്ടും. കമ്പൈലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? കമ്പൈലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഹോൾ പ്രോഗ്രാം കോഡ് നീ എഴുതി. അപ്പം ഈ കോഡ് എഴുതി കഴിഞ്ഞാൽ നിന്റെ ഉദ്ദേശം നീ കൊടുക്കുന്ന ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ്. നിനക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് ആണ്. ഇപ്പം സം ഓഫ് 3 നമ്പേഴ്സ്, 3 നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കണം. ഈ നമ്പറിന്റെ സം കണ്ടുപിടിക്കുമ്പോൾ എന്തായാലും നീ കോഡ് എഴുതി കൊടുക്കും. കോഡ് ടൈപ്പ് ചെയ്ത് അതിനെപ്പറ്റി ഒരുപാട് പറയുന്നില്ല. കോഡ് ടൈപ്പ് ചെയ്തപ്പോൾ സം ഓഫ് 3 നമ്പേഴ്സിന്റെ കോഡ് നീ എഴുതി കഴിഞ്ഞു. ഈ എഴുതിയ കോഡിന്റെ അകത്ത് ഇനി എറർ ഉണ്ടോ ഇല്ലയോ എന്ന് നീ ചെക്ക് ചെയ്യണ്ടേ. അപ്പം ഈ കോഡിന് കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്തതിനു ശേഷം കമ്പൈലർ ആണ് പറഞ്ഞു തരുന്നത് ഇപ്പൊ ഈ കോഡിന്റെ 3rd ലൈനിൽ എന്തോ ഒരു സിൻടാക്സ് മിസ്സിംഗ് ആണ്. നീ എവിടെ ഒരു സെമി കോളം മിസ് ചെയ്തിട്ടുണ്ട് 4th ലൈനിൽ, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കമ്പൈൽ ചെയ്തതിനു ശേഷമാണ് പറഞ്ഞു തരുന്നത്. നമ്മളിപ്പോ എഴുതുന്ന എല്ലാ ഇംഗ്ലീഷ് ലെറ്റേഴ്സിലല്ലേ നമ്മൾ പ്രോഗ്രാം എല്ലാം ടൈപ്പ് ചെയ്യുന്നത്. എല്ലാ കോഡും ഏറെ ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ വെച്ചാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടർ ഇത് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവത്തില്ലല്ലോ. അത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ബൈനറി ആണ്. അതായത് 0യും 1ഉം, അതായത് ഓൺ ഓഫ്, ട്രാൻസിസ്റ്റർ ഓൺ ഓഫ് ആവുന്ന അനുസരിച്ചാണ് കമ്പ്യൂട്ടറിന് ഓരോ പ്രവൃത്തി നടക്കുന്നത്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് നമ്മൾ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയും. ജസ്റ്റ് 0യും 1ന്റെയും കുറെ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ആയിട്ടായിരിക്കും ഇരിക്കും. അപ്പൊ നമ്മൾ എഴുതുന്ന കോഡിനെ നമുക്ക് അതായിട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്ക് എന്തായാലും 0യും 1ഉം വെച്ച് കോഡ് ചെയ്യാനുള്ള കഴിവൊന്നും നമുക്കില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൽ എഴുതും, എന്നിട്ട് അതിനെ 0യും 1ഉം ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ കമ്പൈലർ എന്ന് പറയുന്നത്. അത് ഈ കമ്പൈലർ ആണ് ഇതിന്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ കമ്പൈലർ ചെയ്യും. സിൻടാക്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് എളുപ്പമായില്ലേ, നമുക്ക് തെറ്റാതെ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ആണ് കമ്പൈലർ ചെയ്തു പോകുന്നതിന്റെ അനുസരിച്ച് കൂടെ മെസ്സേജസ് തന്നോണ്ടിരിക്കും അല്ലേ. ഇവിടെ ഞാനിപ്പോ പ്രോഗ്രാം ചെയ്യുമ്പോൾ എനിക്കെല്ലാം മനസ്സിലാവും. ലാസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ജസ്റ്റ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സിൻടാക്സ് എറർ ഉണ്ടെങ്കിൽ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യുക. ഇത് രണ്ടിനാണ് മെയിൻ ആയിട്ട് കമ്പൈലറിന്റെ യൂസ് എന്ന് പറയുന്നത്. ഒരു കമ്പൈലറിൽ ഉണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതിയ സാധനത്തിന് മെഷീനിലിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അവിടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ മാറ്റിയെടുക്കുക, കോഡ്സ് ആക്കുന്ന ആ ഒരു സോഫ്റ്റ്വെയറിനെയാണ് കമ്പൈലർ എന്ന് പറയുന്നത്. കമ്പൈലർ ഡിസൈനിങ് ഒരു പേപ്പർ തന്നെ പഠിക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ എറർ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. എറർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു മെഷീൻ റീഡബിൾ ഫോമിലായി. നീ എഴുതിയ കോഡ് നിന്റെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ആ രീതി മാറി മെഷീനിൽ മനസ്സിലാവുന്ന രീതിയിലേക്കായി.
എറർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ കൊടുക്കുന്ന ഇൻപുട്ടിന് ഔട്ട്പുട്ട് മെഷീൻ തന്നോളൂ. പിന്നെ പൈത്തൺ ഒരു പ്രൊസീജിയർ, ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ്, നേരത്തെ പറഞ്ഞില്ലേ ഒരു ക്ലാസ്സസ് ആക്കി നമുക്കൊരു ഒരു ക്ലാസ്സിൻ ഒബ്ജക്ട്സിന് ഒരു ക്ലാസ് ആക്കി എൻകാപ്സുലേറ്റ് ചെയ്ത് പൈത്തണിന്റെ അകത്ത് പറയാൻ പറ്റും. പിന്നെ ഫങ്ഷൻ പ്രൊസീജിയർ ഇതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുമ്പോ പഠിച്ചോണ്ട് വന്നോളൂ ഓരോന്ന്. ദെൻ പൈത്തൺ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്, കാരണം ഓൺലൈൻ കമ്പൈലർ വെച്ചിട്ടാണ് ഈ GDB, ഞാൻ അതിന്റെ ലിങ്ക് തന്നിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലൈക്ക് സാധാരണ നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാം. അതിന്റെ ലിങ്ക് ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, പൈത്തൺ എങ്ങനെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതിന്റെ. അതിന്റെ ഡെമോ അഭിഷേക് കാണിച്ചു തരും ഇൻസ്റ്റാളിങ് എങ്ങനെയാണെന്ന്. ദെൻ ഇപ്പൊ നമ്മൾ ഓൺലൈൻ GDB യൂസ് ചെയ്യാൻ കാരണം ഇതിലിപ്പോ ഒരുപാട് പേരും മൊബൈലാണ് അവരുടെ മീഡിയം ആയിട്ട് കൊടുത്തിരിക്കുന്നത്, PC ഉള്ളവർ കുറവാണ്. സോ നമുക്ക് ഓൺലൈൻ കമ്പൈലർ ചെയ്യുന്നതായിരിക്കും നല്ലത്. മറ്റേതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. കോഡ് നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടും കാണാൻ പറ്റും, എല്ലാം ഒരു സ്ക്രീനിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പൊ അതിലൊരു നല്ലൊരു കമ്പൈലർ GDB ആയതുകൊണ്ടാണ് ഞങ്ങൾ അത് തന്നെ സെലക്ട് ചെയ്തത്. ഇതിന്റെ ഇൻസ്റ്റാളേഷനും കാര്യവും അബി പറഞ്ഞു തരും എങ്ങനെയാന്ന്. ദെൻ ഒരു ഹലോ വേൾഡ് പ്രിന്റിംഗ്, ഒരു ഫസ്റ്റ് പ്രോഗ്രാം നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാം, ഇതാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. ഇതില് പ്രിന്റ് ഹലോ പൈത്തൺ എന്ന് ഇപ്പൊ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ പൈത്തൺ പ്രോഗ്രാം പ്രിന്റ് ചെയ്തതിനു ശേഷം റൺ ചെയ്തതിനു ശേഷം ഹലോ പൈത്തൺ എന്ന് എഴുതി കാണിക്കും. ഇത് ബെറ്റർ ആയിട്ട് തോന്നുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്ത് കാണിക്കുന്നവർക്കും ഇനി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നാം. അപ്പൊ അബി ഇതൊന്ന് പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നതും ദെൻ കാര്യം ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, മീൻസ് കാണിച്ചു. സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം, ഒന്ന് വെയിറ്റ് ചെയ്യണേ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഇല്ല, വന്നില്ല. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഏത് സ്ലൈഡാണെന്ന് പറയാം. പൈത്തൺ ഇൻസ്റ്റാൾ സ്ലൈഡ് തന്നെയാണ് നടക്കുന്നത്. മൈ ഫസ്റ്റ് പൈത്തൺ പ്രോഗ്രാം. ഓ, നെറ്റ് ഇത്തിരി സ്ലോ ആണ്, ഞാൻ മാറ്റിയത്. ഓക്കെ, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഇന്റർനെറ്റ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ബേസിക് പറഞ്ഞുതരാം. പൈത്തൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് നമ്മൾ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്താലേ നമുക്ക് ആ പൈത്തൺ വെച്ചിട്ടുള്ള ഏത് പ്രോഗ്രാമും കമ്പ്യൂട്ടറിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റത്തുള്ളൂ. അതിന് നമുക്ക് പൈത്തണിന്റെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ ഗൂഗിളിൽ കാണിച്ചു തരാം. പൈത്തൺ ഡൗൺലോഡ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആദ്യം കാണുന്ന ഒരു വെബ്സൈറ്റ് ആണ് പൈത്തൺ. അതില് കയറി നിങ്ങൾക്ക് പൈത്തൺ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മെഷീൻ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്താൽ മതി. വിൻഡോസ് ആണോ ലിനക്സ് ആണോ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ കാണാം, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പൊ എന്താ കാണുന്നത്? എന്റെ ഇത്തിരി സ്ലോ ആണോ ഡൗട്ട്. ഇപ്പോ നിന്റെ ഫസ്റ്റ് വന്നു ഡൗൺലോഡ് പൈത്തൺ. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം കാണുന്ന ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈത്തണിന്റെ അത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് പൈത്തൺ അതിന്റെ വെർഷനും അതിന്റെ ഡിവൈസും എല്ലാം കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് മതി. എന്നിട്ട് ജസ്റ്റ് സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ നെക്സ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അത് വേറെ ഒന്നുമില്ല. ഓക്കെ, എന്നിട്ട് പൈത്തൺ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ആയോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. CMD എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, CMD സെർച്ച് ചെയ്യാൻ കമാൻഡ് പ്രോംപ്റ്റിന്റെ വരും. കാണാൻ പറ്റുന്നുണ്ടോ? എത്തിയിട്ടില്ലല്ലേ? ആണ്. ഓക്കെ, CMD സെർച്ച് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. CMD സെർച്ച് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾ പൈത്തൺ കാണാവോ?
സിദ്ധാർത്ഥിന്റെ ആണെന്ന് തോന്നുന്നു, ഒരു നോയ്സ് കേൾക്കുന്നു, ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സാധനമുണ്ട്. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പൈത്തൺ സ്പേസ് 2 ഹൈഫൺ വെർഷൻ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ പൈത്തണിന്റെ വേർഷൻ കാണിക്കും. ഓക്കെ, കാണാമല്ലോ അല്ലേ? ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻ സൂം ചെയ്യാൻ തോന്നുന്നു. മൊബൈൽ സ്ക്രീൻ സൂം ചെയ്താൽ മതി, കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ പൈത്തൺ നമ്മുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കമാൻഡ്സ് ഒക്കെ ആണെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് ഇട്ട് തന്നെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ഇവിടെ ഒരു പ്രോംപ്റ്റ് വന്നുണ്ടോ? പ്രോംപ്റ്റ് എന്ന് വെച്ചാൽ 3 ആരോ മാർക്സ്. പ്രോംപ്റ്റ് ഈ ഒരു 3 ആരോ മാർക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു കേഴ്സർ അവിടെ ഒന്ന് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന കാണാൻ പറ്റും. ഓക്കെ. എനിക്ക് തോന്നുന്നു എല്ലാരും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ആരെങ്കിലും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രം പറഞ്ഞോണ്ടിരുന്ന ഞങ്ങക്ക് രണ്ടുപേർക്കും മനസ്സിലാക്കാൻ വേണ്ടി മോനെ അതിലേ ഇതാണ് സംഭവം. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പ്രിന്റ് ചെയ്യണം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പ്രിന്റ് എന്ന ഒരു കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. കീവേഡ് അല്ല, ഇത് ഫംഗ്ഷൻ ആണ്. പ്രിന്റ് എന്ന് എഴുതുക, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു നമ്പർ പ്രിന്റ് ചെയ്യണം. ഞാനിപ്പോൾ 1 2 3 എന്ന് എഴുതി, എന്നിട്ട് പ്രിന്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് എൻ്റർ ആയിട്ട് അപ്പം തന്നെ ഔട്ട്പുട്ട് കാണാൻ പറ്റും തോന്നുന്നു. ഇല്ലാത്തൊരു സൂം ചെയ്ത് നോക്കുക, 1 2 3 എന്ന് പ്രിന്റ് ആയി. ഓക്കെ. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം ഔട്ട്പുട്ട് കാണണമെങ്കിൽ ജസ്റ്റ് പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ഞാൻ പറഞ്ഞത് ചിലവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചേക്കുന്ന ഒരു സംഭവമാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ആ പേര് തന്നെ ആ ടാസ്ക് എന്താണ് ഡിഫൈൻഡ് ആണ്. പ്രിന്റ് 1 2 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. ആ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു നമ്പർ അല്ല, ആ ബ്രാക്കറ്റിനകത്ത് കൊടുത്തേക്കുന്ന എന്താണോ അത് പ്രിന്റ് ആയി വരും. അത്രേ ഉള്ളൂ. ഇത് നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ജസ്റ്റ് ഒരു നമ്പർ പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ജസ്റ്റ് പ്രിന്റ് 1 2 3 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 1 2 3 പ്രിന്റ് ആവും. ഇനിയിപ്പോൾ ഞാൻ പ്രിന്റ് ഒരു പേര് എന്തെങ്കിലും പ്രിന്റ് ചെയ്യണം, എന്തെങ്കിലും വേർഡ്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലെ വേർഡ്സിന് നമ്മൾ പ്രോഗ്രാമിംഗ് ടേംസിൽ സ്ട്രിങ്സ് എന്ന് പറയും. സ്ട്രിങ് എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒരു കോഡ്സിൻ്റെ അകത്തിട്ട് എന്താണോ പറഞ്ഞാൽ അത് പ്രിന്റ് ആവും. ഹായ് എന്ന് ഞാൻ കോഡ്സിൻ്റെ അകത്തിട്ട് ജസ്റ്റ് എൻ്റർ അടിച്ചപ്പോൾ എനിക്ക് ഹായ് എന്നൊരു ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അതും ഒരു ചെറിയൊരു പ്രോഗ്രാമാണ്. ഓക്കെ. ഇതേപോലത്തെ ഒരുപാട് ലൈൻസ് ഓഫ് കോഡ് രീതിയാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടാക്കുന്നത്. ഈ പൈത്തൺ വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് 2 + 3 എന്ന് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആൻസർ നമുക്ക് കിട്ടും. 5. അതും ഒരു കമാൻഡ് ആയിട്ട് അത് എടുത്ത് സ്വീകരിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആൻസറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് ഇട്ട് തന്നെ ചെയ്യാം. പിന്നെ എന്തെങ്കിലും വലിയ പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ നമ്മൾ IDE എന്ന് പറയുന്ന സാധനമാണ് ഉപയോഗിക്കുന്നത്. IDE എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ്. അതായത് ഒരു വലിയ സോഫ്റ്റ്വെയർ കൊണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ പൈത്തൺ അല്ലെങ്കിൽ VS കോഡ് അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കും. കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ തൽക്കാലം അതൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഓൺലൈൻ കമ്പൈലർ ഇട്ട് നമ്മൾ ചെറിയ ചെറിയ പ്രോഗ്രാം ഒക്കെ ചെയ്യും. സോഫ്റ്റ്വെയർ ഫീൽഡൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കണം. പൈത്തൺ, സ്റ്റുഡിയോ, അങ്ങനത്തെ സംഭവം. ജസ്റ്റ് ഒരു ബേസിക് പറഞ്ഞേ ഉള്ളൂ, നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ തൽക്കാലം ഒരു ഓൺലൈൻ കമ്പൈലറാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർക്കും നിങ്ങൾക്ക് മൊബൈലിൽ കൂടെ തന്നെ ചെയ്യാൻ തോന്നും. നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പനി onlinegdb.com എന്നുള്ള ഒരു വെബ്സൈറ്റ് ഉള്ള കമ്പൈലറാണ്. onlinegdb.com. നിങ്ങൾ അടുത്ത് onlinegdb എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും, ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ നമുക്കൊരു ഓൺലൈൻ കമ്പൈലറിന്റെ ഒരു ടെക്സ്റ്റ് എഡിറ്റർ സ്ക്രീൻ കിട്ടും. കണ്ടോ? വന്നില്ല ബി, വെയിറ്റ്. വന്നില്ലല്ലേ? ഓക്കെ. വന്നു. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ റൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്.
ഇതിപ്പോ കിടക്കുന്നത് ആക്ച്വലി ജാവ ആണ്. ലാംഗ്വേജ് നിങ്ങൾക്ക് ഇവിടെ മേലെ സൈഡിൽ എഴുതിയിട്ടുണ്ട്, കാണാമെന്ന് തോന്നുന്നു. ജാവയാണ് ഇപ്പൊ ആക്ച്വലി ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ കോഡ് ഒരു ഡീഫോൾട്ട് കോഡ് കിടക്കുന്നത്. ഇതും തന്നെ നമുക്ക് കാണാം, ഇത് ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ഇത് ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ജാവ കോഡാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 1, 2, 3 ഒരു മിനിമം 3 ലൈൻ ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം 3 ലൈൻ കോഡുണ്ട്. താഴെ ഞാനിപ്പോൾ കമ്പൈലിംഗ് കൊടുത്തിട്ടുണ്ട്, റൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊരു ഔട്ട്പുട്ട് കിട്ടി. നമുക്ക് അപ്പം തന്നെ അവിടെ കമ്പൈൽ ചെയ്ത് കാണാൻ പറ്റും ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു ജാവ കോഡാണ്. നമ്മൾ തൽക്കാലം ജാവ അല്ലാത്തതുകൊണ്ട് പഠിക്കുന്നതല്ലാത്തതുകൊണ്ട് ഞാൻ പൈത്തണിലോട്ട് പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് കാണാൻ ഇതിൻ്റെ അകത്ത് ഒരു 3 ലൈൻ കോഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പൈത്തൺ ആയിട്ടുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ കാണാം. ഒറ്റ ലൈൻ കോഡേ ഉള്ളൂ, ജസ്റ്റ് പ്രിന്റ് ഹലോ വേൾഡ്, തീർന്നു. നമുക്ക് ഔട്ട്പുട്ട് അപ്പം തന്നെ കിട്ടും ഹലോ വേൾഡ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും ബേസിക് ഒരു എന്താണ് ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഏത് ലാംഗ്വേജ് പഠിക്കാൻ പോയാലും നിങ്ങൾ ആദ്യം പഠിപ്പിക്കുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് പ്രിന്റ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അടിച്ചാൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ആവും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ സംശയങ്ങളുണ്ടോ? അനന്തു, പ്രിജോ, നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ആരും മിണ്ടത്തില്ല. ഇല്ല സംശയം ഡൗട്ടൊന്നുമില്ല, കുഴപ്പമില്ല. ഈ പ്രിന്റ് കഴിഞ്ഞിട്ട് ഡബിൾ കോട്ട്സ് ആണ് സിംഗിൾ കോട്ട്സ് ആണ് ഹലോ വേൾഡ് ബ്രാക്കറ്റിനകത്ത്? ഈ നമ്മുടെ ഈ പൈത്തണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. സിംഗിൾ കോട്ട്സ് ഇട്ട് പ്രിന്റ് ചെയ്താലും വരും, ഡബിൾ കോട്ട്സ് ഇട്ട് പ്രിന്റ് ചെയ്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ കൺസേണോ ഒന്നും പറയുന്നില്ല. നമുക്ക് ഏത് കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഞാൻ ഇപ്പോൾ കോഡ്സ് മാറ്റിയിട്ടുണ്ട്, ഔട്ട്പുട്ടും കിട്ടി. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. ഇവിടെ ഒരു സാധാരണ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഇത് ഇടും, സെമികോളൻ ഇടും. ഇവിടെ അത് ഇട്ടില്ലെന്ന് പറഞ്ഞ് പ്രോഗ്രാം തെറ്റാണെന്ന് പോകുന്നില്ല, ഇട്ടാലും തെറ്റാൻ പോകുന്നില്ല. ഓക്കെ, അത് കമ്പൽസറി ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരുമിച്ച് ചെയ്തുവാണെങ്കിൽ നമുക്ക് ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ സിയും പഠിച്ചവർക്കൊക്കെ അറിയാം ഒരു സെമികോളം പ്രോഗ്രാം പോകുന്ന എററിന്റെ രീതി എങ്ങോട്ടാണെന്ന്. അതെ, നമ്മൾ ട്രോളൊക്കെ കണ്ടു കാണുന്ന ചിലവരൊക്കെ ജസ്റ്റ് ഒരു സെമികോളം ഇട്ടില്ലെങ്കിൽ ആ പ്രോഗ്രാം ഫുൾ വർക്ക് ആവത്തില്ല. ഒരു 2000 ലൈനുള്ള പ്രോഗ്രാം ആണെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ സെമികോളം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ ഫുൾ പ്രോഗ്രാം വർക്ക് ആവത്തില്ല. ഇവിടെ അങ്ങനത്തെ പ്രോഗ്രാം എഴുതി വരുന്ന എററും എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, മനുഷ്യന് മനസ്സിലാവത്തില്ല സെമികോളനാണ് മിസ്സിംഗ് ആയതെന്ന്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പൈത്തൺ വളരെ സിമ്പിളുമാണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അതാണ് പൈത്തൺ ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല ഇതിന്റെ കോഡ് നമ്മൾ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിയോ C++ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു വേർഡ് പ്രിന്റ് ഒറ്റ ലൈൻ മതി. ഓക്കെ, ഇനി ഞാൻ പ്രിന്റിന്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാനൊരു സൈറ്റിൽ കയറി കാണിച്ചു തരാം. നിങ്ങൾക്ക് ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പ്രിന്റിൽ തന്നെ ചെയ്തു നോക്കാൻ പറ്റും. ആ ഫംഗ്ഷനിൽ തന്നെ ചെയ്ത് മാറ്റുമ്പോൾ തന്നെ കുറെ ഡിഫറൻസ് വരും. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? വന്നിട്ടില്ല, ലോഡ് ആവുന്നുണ്ട്. നമ്മളിപ്പോ ആക്ച്വലി യൂസ് ചെയ്യുന്ന പൈത്തൺ 3 ആണ്. പൈത്തൺ 2 ആണ് ഞങ്ങളൊക്കെ ആക്ച്വലി കോളേജിൽ പഠിച്ചിട്ടുള്ളത്. ആ പൈത്തൺ 2 ഇപ്പോ ഔട്ട്ഡേറ്റഡ് ആയി. ഇനിയുള്ളതെല്ലാം പൈത്തൺ 3 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പഠിക്കേണ്ടതും പൈത്തൺ 3 ആണ്. പൈത്തൺ 2 പൈത്തൺ 3 ആയിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. പൈത്തൺ നേരത്തെ ചെറിയതായിട്ട് അറിയാവുന്നവർക്ക് പൈത്തൺ 2 ആണ് പഠിച്ചിട്ടുള്ളെങ്കിൽ ഇനി പൈത്തൺ 3 പോകാം. ഇവിടെ നമുക്ക് കാണാം പൈത്തൺ 2 പ്രിന്റ് എന്ന് മാത്രം കൊടുത്താലും ആൻസർ കിട്ടും. പൈത്തൺ 3 ആ കോഡ്സും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ബ്രാക്കറ്റ് എല്ലാം. ഓക്കെ, വന്നിട്ടില്ല അബി, വന്നിട്ടില്ല. വെയിറ്റ് 2, 3 ഫ്രണ്ട്സ്. അത് നമുക്ക് കാണാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. ഇല്ല പറ്റിയിട്ടില്ല. ഈ പൈത്തൺ 2 ഞാൻ വെച്ചേക്കുമ്പോൾ ജസ്റ്റ് പ്രിന്റ് എന്ന് മാത്രം കൊടുത്താൽ മതി, എനിക്ക് ആൻസർ പ്രിന്റ് ആവും. അത് സിന്റാക്സ് ഒക്കെ കാണിക്കത്തില്ല. സൂം ചെയ്ത് നോക്കണേ, അപ്പോഴേ ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ.
ഞങ്ങൾക്ക് ഔട്ട്പുട്ട് കൊടുത്താൽ എനിക്ക് അവിടെ ഹലോ വേൾഡ് കിട്ടി. ഇത് പൈത്തൺ 2-ലുള്ള സിൻടാക്സ് ആണ്. ഇപ്പോൾ വെർഷൻ അപ്ഡേറ്റ് വന്നപ്പോഴത്തേക്ക് പൈത്തൺ 3-ൽ അങ്ങനെ പറ്റത്തില്ല. ഓക്കെ, പൈത്തൺ 3-ൽ ആ ബ്രാക്കറ്റ്സും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കുറച്ച് വ്യത്യാസങ്ങൾ പൈത്തൺ 3 ആയപ്പോൾ മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം അതിലോട്ടൊന്നും പോകുന്നില്ല, നമുക്ക് ആവശ്യമുള്ളവരോട്ടേക്ക് പോവാം. നമുക്ക് ചെറിയ ഇന്റർനെറ്റ് ഇഷ്യൂ ഉണ്ട്, അപ്ലോഡിങ് സ്പീഡ് വളരെ കുറവാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് നമുക്ക് കാണാത്തത്. നിങ്ങളിപ്പോ ആരെങ്കിലും ചെയ്ത് നോക്കുന്നുണ്ടോ, അതോ എല്ലാവരും കണ്ടോണ്ടിരിക്കുകയാണോ? ലാപ്പും കമ്പ്യൂട്ടറും ഉള്ളവര് യൂസ് ചെയ്താണോ ചെയ്യുന്നത്? ഹലോ, ലാപ്പ് യൂസ് ചെയ്യുന്നവരൊന്ന് പറയാവോ? മ്യൂട്ട് ചെയ്തിട്ടേക്കുന്നത് റെസ്പോണ്ട് ചെയ്യണമെന്നുള്ളവര് അൺമ്യൂട്ട് ആക്കിയിട്ട് സംസാരിക്കും. ജസ്റ്റ് ഫോണിലായാലും GDB എടുത്തൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓൺലൈൻ പൈത്തൺ കമ്പൈലർ അടിച്ചു നോക്കിയാലും നിങ്ങൾക്ക് ഒരുപാട് കമ്പൈലേഴ്സ് കിട്ടും. ഞങ്ങളിപ്പോൾ എൻ്റെ അത് ഓൺലൈൻ GDB ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കൺവീനിയന്റ് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ കമ്പൈലേഴ്സ് നോക്കുക ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പം എന്താ കാണുന്നത്? ഫസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വേറെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പ്രിന്റ് ഹേ ഐ ആം അപ്കമിങ് കോഡർ. കാണാവോ? സൂം ചെയ്തൊക്കെ നോക്കുക, കുറച്ച് ഫോൺ സൈസ് കുറവാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് കണ്ടാൽ ഇന്റർനെറ്റ് ഇഷ്യൂ ഉണ്ട്. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. നമ്മൾ ജസ്റ്റ് ഒരു എന്ത് കൊടുത്താലും നമുക്ക് അതേ കണക്ക് പ്രിന്റ് ആയി വരും. ഓക്കെ, ഇനി പ്രിന്റിലേക്ക് ഞാൻ കൂടുതൽ പറഞ്ഞ സമയം പറയുന്നില്ല. ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ശരത്തുണ്ടോ എൻ്റെ അകത്ത്? ഹലോ, ശരത്തോ അനന്തൻ ബ്രോ? ഞാനുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമ്പ്യൂട്ടർ ഒന്ന് എടുത്ത് ഇതൊന്ന് കാണിച്ചു കൊടുക്കും. എൻ്റെ നെറ്റ് ഇത്തിരി നല്ല സ്ലോ ആണ്. ഞാൻ ഉള്ളത് കാണിക്കാം, ഒന്ന് എടുത്ത് വെച്ചിരുന്ന. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ ഞാൻ പ്രിന്റ് 5 എന്ന് കൊടുക്കുവാണ്. അപ്പോൾ എനിക്ക് 5 പ്രിന്റ് ആവും. റൺ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അറിയില്ലല്ലേ? വന്നില്ല. വന്നു. പ്രിന്റ് 5 എന്ന് കൊടുത്ത പ്രിന്റ് 5 പ്രിന്റ് ആവും. ഇനി അതുപോലെ നമുക്കിപ്പോ ഒരു വാല്യൂ നമുക്കിപ്പോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനൊരു ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് കൊടുക്കാം. നമുക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് A=5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് A എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷനിൽ ഒരു 5 എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് സ്റ്റോർ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ പ്രിന്റ് A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് ഞാൻ നേരത്തെ കൊടുത്ത എയുടെ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ 5 എന്നാണ് എനിക്ക് പ്രിന്റ് വന്നത്. ഹലോ, ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണ്ടല്ലേ? അതാണ് ഈ പൈത്തണിന്റെ അഡ്വാൻറ്റേജ്. നിങ്ങളുടെ വാല്യൂ ഏതാണോ അതിന്റെ ഡേറ്റ ടൈപ്പ് അത് ഓട്ടോമാറ്റിക്കലി അസൈൻ ചെയ്യും. മനസ്സിലായോ? 5 എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് എടുക്കുന്ന വാല്യൂ ഏതാണ്? ഇന്റീജർ ആണ്. ഈ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഏത് ടൈപ്പ് ആണ്, അതായത് ഒരു ഇന്റീജർ വാല്യൂ ആണോ, ഡെസിമൽ വാല്യൂ ആണോ, അല്ലെങ്കിൽ ഒരു സ്ട്രിംഗ് വാല്യൂ ആണോ. സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ, അതായത്
ഓക്കെ. അപ്പൊ അത് സ്ട്രിങ് ഏതാണ് കൊടുക്കണമെങ്കിൽ കൊടുക്കണ്ട? സ്ട്രിങ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത ഒരു കോഡ്സിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? കോഡ്സിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ അത് റെക്കഗ്നൈസ് ചെയ്യുന്നത് സ്ട്രിങ് ആയിട്ടാണ്. അപ്പൊ എ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാലും 5 എന്ന് പറയുന്നത് ഇന്റിജർ ആയിട്ടായിരിക്കത്തില്ല എടുക്കുന്നത്, അത് എടുക്കുന്നത് ഒരു സ്ട്രിങ് ആയിട്ടായിരിക്കും, ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അതാണ് എന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് സ്പെസിഫൈ ചെയ്യണം. നമ്മളിപ്പോ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാവുന്നവർക്ക് നമ്മൾ സാധാരണ ഇന്റ് എന്നൊക്കെയാണ് ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യണം, ഏത് ഡാറ്റ ടൈപ്പ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. അത് ജസ്റ്റ് എ = 5 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്റിജർ ആയിട്ട് എടുക്കും. കോഡ്സിന്റെ അകത്ത് കൊടുക്കുകയാണെങ്കിൽ അത് സ്ട്രിങ് ആയിട്ട് എടുക്കും. ഞാനിപ്പോ 5.0 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഏതായിട്ടായിരിക്കും എടുക്കുക? അതെ, ഫ്ലോട്ട് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് ഞാനിപ്പോ ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് ഇവിടെ ടൈപ്പ് എന്ന് എഴുതി, എന്നിട്ട് 2 ബ്രാക്കറ്റിന്റെ അകത്താണ് ഏത് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ സ്ക്രീനിൽ വന്നിട്ടില്ല. ഓക്കെ, ടൈപ്പ് ഓഫ് എ എന്നാണ് ഞാൻ ഇവിടെ മീൻ ചെയ്തേക്കുന്നത്. ഇപ്പൊ ടൈപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിന്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫംഗ്ഷൻ പോലെ ഒരു സാധനമാണ് ടൈപ്പ് എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന റോൾ എന്ന് പറഞ്ഞാൽ ഏറെ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന പറഞ്ഞാൽ അറിയാലോ, നമുക്ക് ഔട്ട്പുട്ട് ചെയ്യും. അപ്പോൾ ടൈപ്പ് ഓഫ് എ എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന വാല്യൂ ഏത് ടൈപ്പ് ആണെന്ന് എനിക്ക് കിട്ടും. ആ കിട്ടിയ വാല്യൂ ഞാൻ പ്രിന്റ് ചെയ്യുകയാണ് ആക്ച്വലി, അല്ലേ? അതാണ് ഈ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് റൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിന്റെ ടൈപ്പ് ഏതാണെന്നായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. എന്താ റൺ കൊടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ക്ലാസ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാണ് ഔട്ട്പുട്ട് കിട്ടുക. അതായത് 5 എടുത്തേക്കുന്നത് ഫ്ലോട്ട് ആയിട്ടാണ്. ഞാനിപ്പോ ഈ 5.0 മാറ്റിയിട്ട് 5 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് എടുക്കും? നമുക്ക് ഔട്ട്പുട്ട് നോക്കുമ്പോൾ കാണാം ഇന്റീജർ ആയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ഈ 5 തന്നെ 2 കോഡ്സിന്റെ അകത്തായിട്ട് കൊടുക്കുന്നെങ്കിൽ സ്ട്രിങ് ആവും. ഓക്കെ, ഞാൻ 5 കോഡ്സിനകത്താണ് കൊടുത്തേക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന അതേ സെയിം വേരിയബിൾ, എ എന്ന് പറയുന്നതിന് വേരിയബിൾ എന്ന് പറയും. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ലൊക്കേഷൻ. ആ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ആയ വാല്യൂ 5 എന്ന് പറയുന്ന സ്ട്രിങ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അതാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട അത് ഏതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാവും, അതിന് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അഖിലേ, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അഖിൽ മാൻ. ഓക്കെ, ശ്രീ പാർട്ടി. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കുക. ലൈക്ക് ഇപ്പം എല്ലാരും ചോദിക്കുക. വേരിയബിൾ എന്ന് പറയുന്ന സംഭവം മനസ്സിലായല്ലോ. ഇതാണ് ഒരു വേരിയബിൾ എന്ന് പറയുന്ന. നമുക്ക് എ എന്നോ ബി എന്നോ സി എന്നോ ഇസഡ് എന്നോ എന്ത് വേണോ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു വേർഡ് ആയിട്ട് കൊടുക്കാം, ഒരു വലിയ വേർഡ് കൊടുക്കാം, ചെറിയ വേർഡ് കൊടുക്കാം. ഇങ്ങനെ എന്തെങ്കിലും കൊടുത്താലും അതൊരു വേരിയബിൾ ആണ്. എന്ത് വേണം കൊടുത്താലും അതൊരു വേരിയബിൾ ആയിട്ടായിരിക്കും റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അത് ആ ഒരു വേരിയബിൾ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ഒരു വേരിയബിൾ നമുക്ക് എന്ത് വേണോ സ്റ്റോർ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോ പ്രിന്റ് എന്താന്ന് നമുക്ക് അറിയാം. ഇപ്പോ ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം. ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ ഏത് ഡാറ്റ ടൈപ്പ് ആണെന്ന് റിട്ടേൺ ചെയ്ത് തരും. പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താണോ അത് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്ത് തരും. ലൈക്ക് ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ. പിന്നെ ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഇന്റീജർ ഉണ്ട്. ഇന്റീജർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇന്റീജർ വാല്യൂ, അതായത് ജസ്റ്റ് ഹോൾ നമ്പർ വാല്യൂ ആണ് ഇന്റീജർ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡെസിമൽ വാല്യൂ ഉണ്ട്. 5.0, 5.0000 അങ്ങനത്തെ വലിയ വലിയ വാല്യൂസ് ഒക്കെ ഫ്ലോട്ട് ആയിട്ടാണെന്ന് പറയുന്നത്. പിന്നെ ഫ്ലോട്ട് FLO80 ഫ്ലോട്ട്. ഓക്കെ, ഡെസിമൽ വാല്യൂസിനെയാണ് നമ്മൾ ഫ്ലോട്ട് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ടേംസ്. ഓക്കെ, പിന്നെ സ്ട്രിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ നോർമൽ വേർഡ്സ് കമ്പൈൽ എന്ന് പറയാനോ കോഡെന്നോ റണ്ണെന്നോ ഡീബഗ് എന്നോ എന്ത് പേര് പറഞ്ഞാലും അത് എന്താണ് സ്ട്രിംഗ് ആണ്.
ജസ്റ്റ് വേർഡ്സ്. സ്ട്രിങ് എന്നാണ് നമ്മൾ പറയുന്നത്, വേർഡ്സിന് സ്ട്രിങ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഏത് അത് വെച്ച് നമ്മൾ ഡബിൾ കോട്ടിൽ കൊടുത്താലേ കമ്പ്യൂട്ടറിന് മനസ്സിലാകത്തുള്ളൂ സ്ട്രിങ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്സ് ആയിട്ടുള്ളത്. പിന്നെ ഞാനൊരു പ്രിന്റിന്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാനിപ്പോ പ്രിന്റ്, നിങ്ങൾ ആരെങ്കിലും പേര് പറഞ്ഞേ, നിങ്ങളുടെ പേര് ആർഷ. ഓക്കെ, ഞാനിപ്പോ പ്രിന്റ് ആർഷ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി പ്രിന്റ് ആവത്തില്ല. അതിന് പകരം എനിക്ക് എറർ വരും. കാരണം എന്ന് പറഞ്ഞാൽ ഞാനത് കോഡ്സിലല്ല കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാവോ? കോഡ്സ് കൊടുത്താലേ എനിക്ക് അവിടെ പ്രിന്റ് ആവത്തുള്ളൂ. ഈക്വൽ ടു പറയാം. ഞാനിപ്പോ റൺ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് വന്നായിരുന്നു. വന്നായിരുന്നു, കണ്ടോ? ആർച്ചാണ് പ്രിന്റ് ആയത്. പിന്നെ ഇപ്പൊ നിങ്ങളുടെ വേറെ ആരെങ്കിലും ഒരാളുടെ പേര് പറയൂ. അനന്തു ഫ്രിഡോക, ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ ആരെങ്കിലും പേര് എഴുതുവാണ്. പ്രിന്റ്, സോറി, അനന്തു. ഓക്കെ, പിന്നെ ഞാൻ കൺഫ്യൂ എനിക്ക് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിലാണ് അനന്തു എന്ന് വന്നത്. ഞാനിപ്പോ ഇവിടെ ഇടുന്നു സച്ചിനെ മ്യൂട്ട് ചെയ്ത് പോകുന്നു. സച്ചിനൊന്ന് മ്യൂട്ട് ചെയ്ത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഞാനിവിടെ ആർഷ കോമ വേറെ ആരുണ്ട്, ഫേസ. ഓക്കെ, ഫേസ എന്നിട്ട് ഞാൻ ആൻഡ് എന്ന് കൊടുത്തു. അപ്പൊ ആർഷ ഫേസ ആൻഡ് ഫസ്റ്റ് ലൈൻ ആൻഡ് വരെ, സോറി നമുക്ക് വന്നില്ലല്ലേ. കാണാലോ, ആർഷ ഫേസ ആൻഡ് വരെ ഫസ്റ്റ് ലൈനിൽ വന്നു. അനന്തു സെക്കൻഡ് ലൈനിലാണ് വന്നത്. അതെന്താന്ന് പറഞ്ഞാൽ പ്രിന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെയാണ്. അത് പ്രിന്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിലായിരിക്കും ഈ ഫസ്റ്റ് കണ്ടന്റ് പ്രിന്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിൽ വന്നായിരിക്കും അതിന്റെ കേഴ്സർ നിൽക്കുക. അവിടെ തൊട്ടായിരിക്കും അടുത്ത പ്രിന്റിങ് വരിക. അതായത് ആർഷ ഫേസ ആൻഡ് വരെ പ്രിന്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിലായിരിക്കും അടുത്ത ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുക. എനിക്കിതിപ്പോ ചേർത്ത് ചെയ്തണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? നേരത്തെ പ്രിന്റ് ആർഷ ഫൈസ ആൻഡ് അവിടെ അനന്തു കൊടുത്താൽ പോലെ. ഇവിടെ അനന്ത് കൊടുത്താൽ ഓക്കെ, കറക്റ്റ് ആയിട്ട് വരും. അല്ലാതെ ഞാൻ ഇപ്പൊ രണ്ടാമതൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി, ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ചേർന്ന് വരണം. അങ്ങനെയുള്ള ഒരു കേസ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ രണ്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തേക്കണ എന്ത് വാല്യൂ ആണെങ്കിലും അത് ഇതിന്റെ കൂടെ ഈ ലൈനിൽ തന്നെ വരണം. ഈ ലൈനിന്റെ ബാക്കിയായിട്ട് വരണം. മനസ്സിലായോ? അങ്ങനെ ചെയ്യാനാണ് നമ്മൾ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ലൈനിൽ എഴുതിയിട്ട് നമുക്ക് നെക്സ്റ്റ് ലൈനിലോട്ട് പോകണ്ട എന്നൊരു കേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കോമ ഇടും. ഓക്കെ, ഇവിടെ കോമ ഇട്ടിട്ട് END, അതായത് എൻഡ് ഈക്വൽ ടു വെറുതെ ഒരു കോഡ്സ് കൊടുക്കും, 2 കോഡ്സ് കൊടുക്കും. ആ കോഡ്സിനകത്ത് നമ്മൾ ഒന്നും കൊടുക്കത്തില്ല. ഓക്കെ, എന്നിട്ട് റൺ ചെയ്ത് നോക്കുകയാണ്. അപ്പൊ നമുക്ക് കാണാം ആർഷ ഫേസ ആൻഡ് അനന്തു കറക്റ്റ് ആയിട്ട് വന്നു. മനസ്സിലായോ? ഈ എൻഡ് ഈക്വൽ ടു കോഡ്സ് വെറുതെ ഓപ്പണിംഗ് ക്ലോസിംഗ് കൊടുത്ത് ഓപ്പണിംഗ് ബ്രേസസും കോഡ്സും ക്ലോസിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ എൻഡ് ചെയ്യുന്നത് ആ ലൈനിൽ തന്നെ ആയിരിക്കും, നെക്സ്റ്റ് ലൈനിലോട്ട് പോകത്തില്ല. മനസ്സിലായോ? ഇതിൻ്റെ അകത്തുള്ള ആരുമില്ല. ആർഷ മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതാണ് ഉണ്ടെങ്കിലും അതെല്ലാം മറ്റേ സെയിം ലൈൻ മാത്രം വരുമോ? അല്ലല്ല, ഇനിയിപ്പോ ഞാൻ വീണ്ടും ഒരു എണ്ണം പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ലൈനിൽ മാത്രമേ ഞാൻ എൻഡ് സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ലൈൻ മാത്രം രണ്ടാമത്തെ ഇതിലോട്ട് പോകണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ലൈനിൽ ഈ ലൈനിൽ നിന്ന്
പ്രിന്റ് ചെയ്തിട്ട് അവിടെ തന്നെ നിൽക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ എൻഡ് കൊടുക്കുമ്പോൾ. അപ്പോൾ അടുത്ത പ്രിന്റ് ചെയ്യുന്നത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും. പക്ഷെ ഞാൻ തേർഡ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരത്തില്ല. മനസ്സിലായോ? അത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിന്റെ ഔട്ട്പുട്ട് സ്ക്രീൻ നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഔട്ട്പുട്ട് കാണാം 5 വന്നേക്കുന്ന നെക്സ്റ്റ് ലൈനിലാണ്. ഓക്കെ, ഇനി നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഒരു വാല്യൂവിനെ പ്രിന്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇനി ഒരു വാല്യൂ എങ്ങനെ ഇൻപുട്ട് ചെയ്യുന്നുള്ളതാ അടുത്ത പറയുന്നത്. പ്രോഗ്രാമിംഗ് കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് വളരെ ബോറിംഗ് സെഷൻ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ ബാക്കി കുട്ടികളുണ്ട്. അപ്പൊ ഞാനിപ്പോ ഒരു വാല്യൂ എനിക്ക് ഇൻപുട്ട് ചെയ്യാണ്. ഇൻപുട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വാങ്ങുവാണ്. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് എന്ന് ഞാൻ വെറുതെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു വാല്യൂ വാങ്ങാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ വാങ്ങിച്ചൊരു വാല്യൂ എനിക്ക് എവിടെയെങ്കിലും കൊണ്ട് വെക്കണം. അതിനെനിക്ക് മെമ്മറിയുടെ പ്രശ്നം. അതിന് ഞാനൊരു വേരിയബിൾ ഉപയോഗിക്കും. ഞാൻ എ ഈക്വൽ ടു ഇൻപുട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് ഞാൻ വാങ്ങിയ ഒരു വാല്യൂ കൊണ്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഞാൻ വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് നോക്കുകയാണ്. ആ ഏരകത്ത് എന്താണ് ഞാൻ വാങ്ങിച്ച വാല്യൂ വന്നോന്ന് അറിയാനായിട്ട് ഞാൻ ജസ്റ്റ് എ പ്രിന്റ് ചെയ്ത് നോക്കുക. റൺ ചെയ്ത് നോക്കുക. വേറൊന്നും വരത്തില്ലെന്ന് നോക്കാം തോന്നുന്നു. ഓക്കെ, ഇപ്പൊ നാം ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു കഴ്സർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. അത് ആക്ച്വലി ഒരു വാല്യൂ തരൂ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുവാണ്. ഞാനിപ്പോ എന്ത് കൊടുക്കുക, പൈത്തൺ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റർ കൊടുത്തു. അപ്പൊ എനിക്ക് അത് തന്നെ പ്രിന്റ് ചെയ്ത് വന്നുണ്ടോ സെക്കൻഡ് ലൈനിൽ. അതിവിടെ പ്രിന്റ് ആയതാണ്. മനസ്സിലായോ? വേണോ ഞാനിവിടെ ഔട്ട്പുട്ട് എന്ന് ഞാനിവിടെ സ്പെസിഫൈ ചെയ്തേക്കാം. ഞാനിവിടെ ഔട്ട്പുട്ട് എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ പ്രോംപ്റ്റ് ആയിട്ട് നിൽക്കുവാണ്. അവിടെ ഞാൻ ചെന്ന് ഹായ് എന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് എൻ്റർ അടിച്ചു. അപ്പൊ ഔട്ട്പുട്ട് ഹായ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രിന്റ് വരും. അത് എന്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങാൻ ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു വാല്യൂ വെച്ച് ഞാനൊരു വാല്യൂ വാങ്ങി അത് തന്നെ ഔട്ട്പുട്ട് ആക്കി. ഓക്കെ, ഇനി ജസ്റ്റ് ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്യുന്നതിന് പോലെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൂടെ കാണിക്കണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കും. ഇൻപുട്ടിന്റെ അകത്ത് തന്നെ എനിക്ക് കൊടുക്കാം, എൻ്റർ എ വാല്യൂ എന്ന് കൊടുക്കാം. അപ്പോൾ എനിക്ക് പ്രോംപ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും നോക്കുക. റൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റർ എ വാല്യൂ എന്നാണ് എനിക്ക് പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ടോ. എൻ്റർ എ വാല്യൂ എന്ന് എഴുതിയിട്ടാണ് പ്രോംപ്റ്റ് വരുന്നത്. അപ്പൊ ഞാൻ പൈത്തൺ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ എൻ്റർ അടിച്ചു. അപ്പൊ എനിക്ക് ഔട്ട്പുട്ട് പൈത്തൺ എന്നാണ്. അപ്പൊ നമ്മൾ ചെയ്തൊരു സിമ്പിൾ പ്രോഗ്രാമാണ്. ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യുക, എന്നിട്ട് അതിനെ പ്രിന്റ് ചെയ്യുക. മനസ്സിലായോ? ഹലോ, മനസ്സിലായവർ ഒന്ന് റെസ്പോണ്ട് ചെയ്യേ. നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസിന്റെ അകത്ത് ഡൗട്ടോ എന്തെങ്കിലും ചേഞ്ചസ് എല്ലാം വരച്ച് നോക്കുന്നു ഞാൻ കാണിച്ചു തരാം. നസ്ബ, സഹീർ, സച്ചിൻ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശ്രുതി എസ് എൽ, വൈശാഖ് മഹാരാജ്, റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇതിലെ ഏറെ കളർ കണ്ടോ, ഒരു വൈറ്റ് ആയിട്ട് കിടക്കുന്നത്. അത് നമുക്ക് ഈ നല്ല എഡിറ്റേഴ്സ് യൂസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അകത്ത് കീവേഡ്സിനും എല്ലാത്തിനും ഐ മീൻ വേരിയബിൾസിന് ഒരു കളർ ആയിരിക്കും, ഈ പ്രിന്റ് ചെയ്യുന്ന ഒരു വാല്യൂസിന് ഒരു കളർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എളുപ്പമാണ് ഐഡന്റിഫൈ ചെയ്യാൻ. ഓക്കെ, ഇത് എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ അത് കോട്ട്സ് കൊടുക്കാത്തത്. ഈ എ എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ എൻ്റർ എ വാല്യൂ എന്ന് പറഞ്ഞ ഇൻപുട്ട് ചെയ്ത് നമ്മൾ വാങ്ങിച്ചു, എന്നിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്തു. അങ്ങനെ വളരെ സിമ്പിൾ പ്രോഗ്രാമാണ്. ഓക്കെ, ഇനി ഇതേപോലെ ഒരു വാല്യൂ കൂടെ വാങ്ങുവാണെങ്കിൽ നമുക്ക് ഒരു സം ഓഫ് ടു നമ്പേഴ്സ് ചെയ്യാം. ഞാനിപ്പോ എ ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു വാല്യൂ വാങ്ങിച്ചു, ബി ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു വാല്യൂ വാങ്ങിച്ചു, എന്നിട്ട് സി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഔട്ട്പുട്ട് ബി, അല്ലെങ്കിൽ വേണ്ട സമ്മ ബി എന്ന് കൊടുക്കാം. സമ്മ സി എന്ന് കൊടുക്കാം.
എൻ്റെ ഇന്റർനെറ്റിന് എന്തോ ഇഷ്യൂ ഉണ്ട്. എൻ്റെ കേഴ്സർ ഒരു അനങ്ങുന്നുണ്ടോ? ഹലോ, അത് എന്താന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഇഷ്യൂ ആണ്. പക്ഷെ നിങ്ങളൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചില്ല, അതിനൊക്കെ നല്ല വിഷമമുണ്ട്. ഞാനിപ്പോൾ ഒരു വാല്യൂ എൻ്റർ ചെയ്യാൻ പറഞ്ഞു, അതിപ്പോൾ ഏത് ഡാറ്റ ടൈപ്പ് ആയിട്ട് അത് സ്വീകരിക്കും എന്ന് നിങ്ങൾ ചോദിച്ചില്ലായിരുന്നു. എന്തായാലും ഞാൻ തന്നെ പറയാം. ഇതിൻ്റെ അകത്ത് ഒരു വാല്യൂ എൻ്റർ വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡീഫോൾട്ട് ആയിട്ട് സ്ട്രിംഗ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു വാല്യൂ ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെച്ച് നമ്മൾ റീഡ് ചെയ്താലും അതിൻ്റെ ഒരു ഡീഫോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ട്രിംഗ് ആയിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവുക നോക്കി നിങ്ങൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ടൈപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ നമ്മൾ നോക്കിയാൽ അതിൻ്റെ വാല്യൂ നോക്കുക, അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും. പ്രിന്റ് ടൈപ്പ് ഓഫ് ഇൻപുട്ട് അങ്ങനെ കൊടുക്കാം. അല്ല, വേരിയബിളിന്റെ പേരാണ് കൊടുക്കുക, എ എന്നാ കൊടുക്കുക. ടൈപ്പ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിന്റെ ഏത് ടൈപ്പ് എന്നല്ലേ നോക്കുന്നത്. ബി തൽക്കാലം എടുത്ത് മാറ്റി ടൈപ്പ് ഓഫ് എ മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊണ്ട് വാങ്ങിയ വാല്യൂ ഏത് ടൈപ്പ് ആണെന്നാണ് എനിക്ക് അറിയേണ്ടത്. എനിക്ക് കണക്ഷൻ ഇഷ്യൂ ഉണ്ട് കേട്ടോ. അനന്തം ബ്രോ കമ്പ്യൂട്ടർ ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? ഹലോ ഹലോ, എന്താ സംഭവം? ഇത് ആക്ച്വലി ഞാൻ അറിയാതെ പ്രസന്റർ അടിച്ചു പോയിരുന്നൊരു സംശയം. ഓക്കെ, അപ്പം അതവിടെ നടക്കട്ടെ. നീ അപ്പോഴത്തേക്കും ഞാൻ അപ്പോഴത്തേക്കും സ്നേക്കിഫൈ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമ്മള് ഇപ്പം പൈത്തന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതില് വർക്ക്ഔട്ട് സെക്ഷൻസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്നേക്കിഫൈ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് വഴിയാണ്. സോ അതിനെപ്പറ്റി നിങ്ങൾക്കൊന്നൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മളിന്ന് ആക്ച്വലി പഠിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്യാനും അത് പ്രിന്റ് ചെയ്യാനും. അതിനെ ബേസ് ചെയ്ത് കുറച്ച് എക്സസൈസസ് ഉണ്ട്. അതിന് നിങ്ങൾ സ്നേക്കിഫൈ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതിൽ ഞങ്ങൾ ട്യൂട്ടറായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഒന്ന് എല്ലാവരും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തിട്ട് അതിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. അത് എങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ പറഞ്ഞുതരാം.
കാണാമോ എല്ലാവർക്കും? കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? പറ്റുന്നുണ്ട്. ഓക്കെ. എടാ ഇതില് നമ്മള് നോർമലി എല്ലാവരും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ തന്നെയാണ്. ബട്ട് ഇവിടെ നിങ്ങളൊരു റൈറ്റ്സിലെ ലോഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഇതിന്റെ ലിങ്ക് ഞങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. സോ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ബ്രോ സൈൻ അപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കൂ. ഹലോ, അവിടെ ആവുന്നേ ഉള്ളൂ, വെയിറ്റ് ചെയ്യാം. എടാ ഇതുവരെയുള്ള സെക്ഷൻ ഉണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? ഒരു റെസ്പോണ്ട് പറഞ്ഞു. ഓരോരുത്തർ അതിനായിട്ട് സംസാരിച്ചു. ഒരുപാട് പേരാകുമ്പോഴേ നോയ്സ് ആവത്തുള്ളൂ. ഇത് ആക്ച്വലി ഞങ്ങൾ വളരെ ഗ്രൗണ്ട് ലെവലിൽ പറയാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ടാണ് കുറെ പേർക്ക് ബോറായിരിക്കും, എനിക്കറിയാം. കുറച്ച് മുമ്പ് ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് റീക്യാപ്പ് പോലെ ഒരുവിധം പറഞ്ഞെല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ ജസ്റ്റ് ഈ കമ്പ്യൂട്ടറിനെ പറ്റി, പ്രോഗ്രാമിംഗ് കോഡിങ്ങിനെ പറ്റി ഞാൻ ഇപ്പൊ ബയോമാക്സ് എടുത്തിരുന്നത്. കമ്പ്യൂട്ടർ വിട്ടിട്ട് 2-3 വർഷമായി. റീക്യാപ്പ് ആയിരുന്നു. താങ്ക്സ് ചേട്ടന്മാർ. കുറെയൊക്കെ ഇനിയും വരാനുണ്ട്. കുറച്ചുകൂടെ വരുമ്പോഴത്തേക്ക് എന്താ അഡ്വാൻസ് പ്രോഗ്രാമിലോട്ട് നമ്മൾ പോകും. ഇന്നത്തെ ഡേ കുറെ ബിഗിനർ ലെവലായി പോയി. അതുകൊണ്ട് തന്നെ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്കറിയത്തില്ല. ബോറായിരിക്കും. നമ്മൾ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് നോക്കുന്നത്. 1-2 ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും ഒരു ഇതാവും, നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ. ഇപ്പൊ കാണിക്കുന്നതാണ് സ്നേക്കിഫൈ എന്ന് പറയുന്നൊരു സൈറ്റാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി സ്നേക്കിഫൈ. സോ നിങ്ങൾ ഇതിൽ ഫസ്റ്റ് മെയിലിൽ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ സൈറ്റിൽ സൈൻ അപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് നിങ്ങൾ ഇമെയിൽ കൊടുക്കുക, പാസ്വേഡ്, യൂസർ നെയിം, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും നിങ്ങൾ എങ്ങനെയാണ് ഗൂഗിൾ ഫോമിൽ നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് തന്നെ ഇവിടെയും കൊടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇവിടെ ഒരു 3 ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഐ ഹാവ് എ ടീച്ചർ, ഐ ആം എ ടീച്ചർ, നെയ്തർ എന്നുള്ളത്. അതിൽ ഐ ഹാവ് എ ടീച്ചർ എന്നുള്ളതാണ് നിങ്ങൾ കൊടുക്കാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? അതായത് ടീച്ചേഴ്സ് ഇമെയിൽ എന്നുള്ളടത്ത് RIT TinkerHub@gmail.com എന്നുള്ളത് വേണം നിങ്ങൾ കൊടുക്കുന്നത്. സോ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. കാരണം നിങ്ങളുടെ ഡീറ്റെയിൽസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്താലേ ഒക്കത്തുള്ളൂ. സോ എല്ലാവരും ഇന്ന് തന്നെ സ്നേക്ഫൈൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഈ ഒരു പ്രൊസീജിയർ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. സോ അത്രേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട്. സോ ഇതിൽ നമ്മൾ ഓരോ ദിവസം പറയുന്ന സെക്ഷൻസ് ഇതിൽ ഓരോ ടോപ്പിക്സ് ആയിരിക്കും. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കി കാണാൻ പറ്റും 1 2 3 4 5 6 1 to 11 വരെയുള്ള സിലബസ് ആണ് നമ്മൾ ഈ കോഴ്സ് വഴി ഫോളോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഡെയിലി ഇതിൽ ഓരോ സെക്ഷനും ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇന്നത്തെ സെക്ഷൻ ലോങ് ആയി പോയോ? ഇതുവരെയുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഇതിപ്പോ ജസ്റ്റ് ബേസിക്സ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഹലോ ഹലോ, പറയൂ. ഈ സ്നേക്കിഫൈയില് ഒരു 1-2 പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. അതിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് സ്നേക്കിഫൈ ഒരു പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി അസൈൻമെന്റ് ഉണ്ട്. അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് ചെയ്യാൻ ഇൻപുട്ട് ഒരു വാല്യൂ വാങ്ങാനുള്ള ഒരു 3-4 പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്നേക്കിഫൈയുടെ ഫസ്റ്റ് ചാപ്റ്ററിനകത്തുള്ള.
അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ബാക്കി നിങ്ങൾ ചെയ്യുക. അതിൻ്റെ പ്രോഗ്രസ് ഞങ്ങൾക്ക് ഇവിടെ ടീച്ചേഴ്സ് ലോഗിലും കാണാൻ പറ്റും. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്ക് ഇനി ഒരു ടോപ്പിക് കൂടെ പറയാനുണ്ട്. അങ്ങോട്ട് തന്നെ തീരും ഇന്നത്തെ സെഷൻ. ബാക്കി നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്താലേ പഠിക്കാൻ പറ്റും. തുടക്കത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അറിയാൻ വെക്കും. ഈ നമ്മളെ ടിങ്കർഹബ് എന്നുള്ള കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന തന്നെ സെൽഫ് ലേണിംഗ് ആണ്. സോ അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നെങ്കിലും ഓക്കെ എടുത്തോളൂ. ഹലോ, സ്ക്രീൻ വല്ലതും കാണുന്നുണ്ടോ? ബ്ലാങ്ക് ആണല്ലേ? GDBയിലാണ് കിടക്കുന്നത്. GDBയിലാണ് കിടക്കുന്നത്. ഓക്കെ. ഇപ്പോഴും GDB തന്നെ. GDB തന്നെയാണ്. ഇപ്പോഴോ ഞാൻ അത് വീണ്ടും GDBയിൽ വന്നേ. പക്ഷെ നല്ല ഓക്കെ. ഞാൻ ഇതിനകത്ത് പറയുന്ന കാര്യം, ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ച് നമ്മൾ റീഡ് ചെയ്യുന്ന എല്ലാ വാല്യൂ സ്ട്രിംഗ് ആയിട്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ചില കേസസിൽ നമുക്ക് ഇന്റീജർ അല്ലെങ്കിൽ ഫ്ലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് മാത്രം നമുക്ക് റീഡ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മൾ 2 നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇന്റീജർ വാല്യൂ തന്നെ ഉണ്ടെങ്കിലേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫ്ലോട്ട് അല്ല, ഇന്റീജർ അല്ലെങ്കിൽ ഫ്ലോട്ട്, ഒരു സ്ട്രിങ്ങും ഒരു നമ്പറൊക്കെ ആയിട്ട് ആഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അത് ലോജിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ഇന്റീജർ മാത്രം വരണം എന്നുള്ള ഇതിനാണ് നമുക്ക് ഇവിടെ ഇൻഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് ആക്ച്വലി ഒരു ടൈപ്പ് കൺവേർഷൻ ആണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ട് നേരത്തെ, ഇൻപുട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ കൂടെ നമുക്ക് കിട്ടുന്ന എല്ലാം സ്ട്രിംഗ് വാല്യൂ ആയിട്ടായിരിക്കും ഡീഫോൾട്ട് എടുക്കുക. അതിനെ മാറ്റാനാണ് നമ്മൾ ഇൻഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഫ്രണ്ടിൽ ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്ക്രീനിൽ വരാൻ കുറച്ച് ലേറ്റ് ആവും. പ്ലീസ് ഒന്ന് സഹകരിക്കുക. എനിക്ക് തോന്നുന്നു വലിയ ചേഞ്ചസ് ഒന്നും നിങ്ങളുടെ സ്ക്രീനിൽ വരുന്നില്ല. എടാ, നിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും കിടക്കില്ല, പവർ പോയിന്റ് പ്രസന്റേഷൻ മാത്രം. ഇന്റർനെറ്റിൽ അപ്ലോഡ് സ്പീഡിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. സോ ഞാൻ പറയാൻ വന്നത്, ഇൻഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഫ്രണ്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വാല്യൂനെയും ഇന്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് റീഡ് ചെയ്യാം. റീഡ് ചെയ്ത വാല്യൂനെയും വേണമെങ്കിൽ നമുക്ക് ഇൻഡ് എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റും. നിങ്ങളുടെ സ്ക്രീൻ വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. ബ്രോ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? എന്റെ ഇതിൽ പറഞ്ഞ കുറെ ലാഗാവും. ഇപ്പൊ തന്നെ 8:10 സ്നേക്കിഫൈ ആണോ? ജസ്റ്റ് സ്നേക്കിഫൈ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലം ഒന്ന് കാണിച്ചു കൊടുത്തായിരുന്നു. സം ഓഫ് 3 നമ്പേഴ്സ് ആണല്ലോ. എന്റെ ക്ലോസ് ചെയ്തു.
ഹലോ, ഒരു സെക്കൻഡ് ലോഡ് ആവുന്നു. ഒന്ന് വേഗം കാണിച്ചു തന്നു. ഒരുപാട് ലേറ്റ് ആയി. സോ ഇതിപ്പോ നിങ്ങളുടെ ലോഗിൻ ആണ് എന്ന് കരുതുക. ഇതില് ലെഫ്റ്റ് സൈഡില് ഓരോ സെക്ഷനായിട്ട് അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിൽ 1 to 11 വരെയാണ് നമ്മൾ ഈ കോഴ്സിൽ കവർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ലെസൺ സം ഓഫ് 3 നമ്പേഴ്സ്. അതില് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, നിങ്ങൾ ഇതിനകത്ത് ലെസൺ 1 എടുക്കുക. അത് ഇൻപുട്ട് പ്രിന്റ് ആൻഡ് നമ്പേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് സം ഓഫ് 3 നമ്പേഴ്സിന്റെ പ്രോബ്ലം ആണ് ഇപ്പോൾ ബ്രോ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ഒരു സാമ്പിൾ കോഡും കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കുക. അനന്തം ബ്രോ, മൈക്ക് ഓഫ് ആയിരുന്നു, സോറി. ഇതിപ്പോ നമ്മൾ ആൾറെഡി ചെയ്തിട്ടിരിക്കുന്നതാണ്. അതായത് നേരത്തെ ഞങ്ങൾ ഈ പ്രൊഫൈല് വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ ഇതില് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഇത്രയായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ 2 ഇൻപുട്സ് എടുത്തിട്ട് അതിന്റെ സമ്മ പ്രിന്റ് ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. ഐ മീൻ തന്നിട്ടുള്ളത്. അത് 3 ആക്കി വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാനുള്ളത്. സോ ഇവിടെ ഇപ്പം പിന്നെ ഈ ഹാഷ് ഇട്ടേക്കുന്നുണ്ടോ? നിങ്ങൾ ഹാഷ് ഇട്ടേക്കുന്നത് ആക്ച്വലി കമന്റ്സ് ആണ്. കമന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അറിയായിരിക്കും. കമന്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്കത് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാവാനായിട്ട് നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന വേർഡ്സ് ആണ്. ഹാഷ് ഇട്ട് എന്ത് എഴുതിയാലും അത് എക്സിക്യൂട്ട് ആവത്തില്ല. അത് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചെറിയൊരു സാമ്പിൾ കോഡ് ഉണ്ട്. a = int of input എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഇൻറ്റ് ഓഫ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ഇൻപുട്ടിനെ ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഒരു ടൈപ്പ് കൺവേർഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ്. നിങ്ങൾ ഫ്ലോട്ട് ഓഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിട്ടായിരിക്കും വരുന്നത്. ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരു സ്ട്രിംഗ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രിന്റ് a+b എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2 വാല്യൂസിന്റെ പ്രിന്റ് ചെയ്യും. ഇത് നമുക്ക് ജസ്റ്റ് കമന്റ് ചെയ്തിട്ടുള്ള ഒരു സാമ്പിൾ കോഡായിട്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. നിങ്ങളടുത്ത് ചോദിച്ചേക്കുന്നത് 3 നമ്പേഴ്സിന് ഇൻപുട്ട് ചെയ്തിട്ട് അതിന്റെ പ്രിന്റ് എടുക്കാനാണ്. അതാണ് ബ്രോ ഇവിടെ താഴെ ഇത് വെച്ചേക്കുന്നത്. ഒരു സി എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ യൂസ് ചെയ്ത് ഇൻപുട്ട് വാങ്ങിച്ചിട്ട് അത് a+b+c എന്ന് എഴുതി അത് റൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബ്രോ ഒന്ന് റൺ ചെയ്ത് കാണിച്ചു കൊടുത്ത് അതിന്റെ ഔട്ട്പുട്ടും ടെസ്റ്റ് കേസസും ബ്രോ ആ മേലത്തെ ആ കോഡൊന്നും എടുത്ത് കളയോ. ഇൻഡ് ആദ്യത്തെ എയും ബിയും ഒരേ വേരിയബിൾസ് യൂസ് ചെയ്യുന്നോണ്ടായിരിക്കും അവരുടെ വരും. റൺ ചെയ്തിട്ട് ആ താഴെ സ്ക്രോൾ ചെയ്ത ഔട്ട്പുട്ടും ബ്രോ സ്ക്രോൾ ചെയ്തോ. ഇത് നമ്മൾ ആൾറെഡി നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ടെസ്റ്റ് കേസസ് ഉണ്ട്. 2 ടെസ്റ്റ് കേസസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുത്തേക്കുന്ന വാല്യൂ പല ഇൻപുട്ടിൽ ഓട്ടോമാറ്റിക്കലി ടെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ആൻസറും കറക്റ്റ് ആണോ അല്ലേ എന്ന് കാണാൻ പറ്റും. അത് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ ചെക്ക് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു അസൈൻമെന്റ് പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ജസ്റ്റ് ഇൻപുട്ടും എടുക്കുക, പ്രിന്റ് ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ലെസണിലെ ഒരു 4 പ്രോബ്ലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 4 പ്രോബ്ലം നിങ്ങൾ ചെയ്യുക. ഫസ്റ്റ് ഡെമോ പ്രോബ്ലം ആണ് ഇപ്പോൾ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഏതൊരു സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നോ അതുപോലെയുള്ള നമ്മൾ ചെയ്യുക ഫസ്റ്റ് ലെസണിൽ.
ഓക്കെ, മിനിമം ഒരു 4 പ്രോബ്ലങ്ങളും ചെയ്യുക. അതിന്റെ പ്രോഗ്രസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ നിങ്ങൾ നല്ല പ്രോഗ്രസ് അല്ലെങ്കിൽ ഞങ്ങൾ മെന്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ നാളെ നമ്മൾ വരുമ്പോൾ പറഞ്ഞു തരാം. നിങ്ങൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. കാരണം ഓൺലൈൻ സെക്ഷൻ എപ്പോഴും എല്ലാവർക്കും ആക്സസിബിൾ ആണോ എന്ന് അറിയത്തില്ല. പലർക്കും നെറ്റ് ഇഷ്യൂസ് ഉണ്ട്, ചിലർക്ക് കണക്ഷൻ ഇഷ്യൂസ് ഉണ്ട്. സോ അങ്ങനെ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓൺലൈൻ സെക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ ഇതിൽ വർക്ക്ഔട്ട് ചെയ്ത് പോവുക. അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോയാലേ ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാകത്തുള്ളൂ. സോ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കാം. നിങ്ങളുടെ മെയിൽ അഡ്രസ് എന്താണ് പറഞ്ഞത്? ഗ്രൂപ്പിലെ ഡേറ്റ് മെസ്സേജ് ഇട്ടല്ലോ. പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നതിനിടയിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. മതി. അതിൽ അഡ്മിൻസ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അവരുടെ ക്വറി ആൻസർ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഇപ്പൊ ഞങ്ങളിങ്ങനെ കഥ പറയുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനാണ് ഈ പേജ് ഇട്ടേക്കുന്നത്. നെക്കിഫൈഡ് നിങ്ങളുടെ പ്രോഗ്രസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ലാസ്റ്റ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ തരിക. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. ഇന്നത്തെ നിങ്ങളുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലെസൺ 1 ഇൻപുട്ടും പ്രിന്റും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളും പറഞ്ഞു. നാളെ മുതൽ നമ്മൾ ബാക്കി ടോപ്പിക്സിലേക്ക് കടക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താലേ എന്താ ക്യാച്ച് ചെയ്ത് നാളത്തേക്കും പോകാൻ പറ്റുള്ളൂ. ഇൻപുട്ടും പ്രിന്റും ടൈപ്പ് കൺവേർഷൻ റേഞ്ചും അത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. 1 മണിക്കൂർ എടുത്ത് കുറച്ച് ഡീറ്റെയിലും കൂടി പോയൊരു സംശയമുണ്ട്. നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണേ കേട്ടോ. സോ ഇന്നത്തേക്ക് നിങ്ങൾ ലേണിംഗ് സെക്ഷൻ, സോ നിങ്ങൾ എല്ലാവരും ഒരു ഫീഡ്ബാക്ക് പറയുക. പേരെടുത്ത് വിളിക്കണം. അത് ഇത് ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ആണ്. ഇതിനെ ഫോളോ അപ്പ് ആയിട്ട് വെബ് ഡെവലപ്മെന്റും വരുന്നുണ്ട്. സോ ഫസ്റ്റ് പൈത്തൺ സെക്ഷൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അനന്തു സുരേന്ദ്രൻ റെസ്പോണ്ട് ചെയ്യണം. ഓരോരുത്തരായിട്ട് പേര് വിളിക്കാം. എടാ പറയുന്നൊക്കെ മനസ്സിലാവുന്നില്ലേ? ഓക്കെ, സ്നേക്കിഫൈൽ അക്കൗണ്ട് തുടങ്ങുക. മറ്റേ ടീച്ചേഴ്സ് ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, എല്ലാവരും ഇന്ന് അത് തന്നെ ചെയ്യണം. വർക്ക്ഔട്ടും ചെയ്യണം. ഒരു ഹാഫ് ആൻ അവർ അടുത്ത് എടുത്താൽ നിങ്ങൾക്ക് അത് അതിനകത്ത് തന്നെ കുറച്ച് തിയറിയും പറയുന്നുണ്ട്. സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന പ്രോബ്ലം ഇതുമുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, റിഡോ പോയോ? കാർത്തിക് വി ഉണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇത് എത്ര നാളത്തേക്കുള്ള കോഴ്സാണ്? ഡ്യൂറേഷൻ ആക്ച്വലി നമ്മൾ എത്ര പെട്ടെന്ന് തീർക്കുന്നോ അത്രയും തീർക്കും. ബേസിസ് 14 days പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് തീർക്കാൻ പറ്റുന്ന പോർഷൻസ് നമ്മൾ വെച്ചിട്ടുണ്ട്. കോളേജിന്റെ ഷെഡ്യൂൾ എങ്ങനെയാന്ന് നോക്കട്ടെ. അതനുസരിച്ച് പറ്റുന്നുണ്ടെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ എന്തായാലും അത് തീർക്കും. എന്നും ഈ ടൈമിൽ തന്നെ എല്ലാ ദിവസവും? മോസ്റ്റ്ലി ഇന്ന് കുറച്ച് നേരത്തെ തുടങ്ങണം എന്നുള്ളതുകൊണ്ട്, ബിഗിനേഴ്സിന് കുറച്ചുകൂടി ബേസിക്സ് ആയിട്ട് തുടങ്ങണം എന്നുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ തുടങ്ങിയതാണ്. എന്തായാലും ഈവനിങ് സെക്ഷൻ ആയിരിക്കും. നിങ്ങൾക്കൊരു സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മതി. 2 മണിക്കൂറോളം ആയെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ നമ്മൾ ആക്ച്വലി 1 hour കൊണ്ട് ഇതെല്ലാം പറഞ്ഞു തീർത്തിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരുപാട് തിയറി പോർഷൻസ് പറയാതെ കണ്ടന്റ് മാത്രം പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങൾ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് ക്യാച്ച് ചെയ്ത് പെട്ടെന്ന് പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് കൺസെപ്റ്റിലോട്ടൊക്കെ ആകാൻ പറ്റും. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. ബാക്കി ചെയ്യാൻ പറ്റുന്ന ഓക്കെ.
അപ്പൊ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. നമുക്ക് എന്തെങ്കിലും ചോദിക്കാം. ഒന്നും ഉണ്ടോ? വല്ലോ ഗ്രൂപ്പിൽ പേഴ്സണായിട്ട് വന്ന് ചോദിച്ചാലും മതി. ആശ, ആശോ, സുരേന്ദ്രൻ, കാർത്തിക്, കൃപ, മിസ്ബ, സച്ചിൻ. ഹലോ, നിങ്ങൾക്ക് എല്ലാരും ഡൗട്ട് ചോദിക്കാം. ഇല്ല ഡൗട്ട് ഒന്നും ഇല്ല. നീ പ്രാക്ടീസ് ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ അപ്പൊ ചെയ്ത് നോക്കുക എല്ലാരും. എന്തായിരുന്നുണ്ടല്ലോ, ഓക്കെ. അപ്പോൾ ലാസ്റ്റ് വൈൻഡപ്പിന് ഒരു സെന്റൻസുമായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തെങ്കിലും ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം, പേഴ്സണലായിട്ട് ചോദിക്കാം. നമ്മളെല്ലാവരും അപ്രോച്ചബിൾ ആണ്. നിങ്ങളുടെ പോലെയുള്ളവരെ നിങ്ങളുടെ അങ്ങനെ ഒന്നും വിചാരിക്കും. അപ്പൊ ഇന്ന് വൈൻഡപ്പ് ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ശരി, ബൈ ബൈ. അപ്പൊ ഞങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എല്ലാവരും ഒരു ഇൻട്രസ്റ്റോടെ ചെയ്യുക. നമ്മളിത് തുടങ്ങിയ സമയത്ത് മെഹർ എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ മെന്റർ. ടിങ്കർ ഹബിന്റെ ഒറിജിനൽ ഫൗണ്ടേഷൻ മെന്റർ എന്ന് പറയുന്ന മെഹർ എന്ന് പറയുന്ന ഒരാളാണ്. സോ അവര് പറഞ്ഞൊരു സംഭവമാണ്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു രസത്തോടെ ചെയ്യുക. നമുക്ക് രസം എന്ന് തോന്നും, അതനുസരിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാകത്തുള്ളൂ. സോ ഇതും നിങ്ങളൊരു രസത്തോടെ പഠിക്കുക. കോളേജിൽ പഠിപ്പിക്കുന്ന പോലെ ഒരു ബോറ് പരിപാടി പോലെ തീരെ ചെയ്ത് കളയരുത്. ഇൻട്രസ്റ്റിങ്ങോടെ രസത്തോടെ പഠിക്കുക. ഇതൊരു വെപ്പണാണ് ആക്ച്വലി. നിങ്ങളിപ്പോ ഒരു ലാംഗ്വേജ് നിങ്ങൾ പഠിക്കും തോറും അതിന്റെ ഉപയോഗം നിങ്ങൾക്ക് ഉണ്ടാകത്തേ ഉള്ളൂ. സോ ആ ഒരു രസത്തോടെ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കാം. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്. അപ്പൊ അടുത്ത സെഷനിൽ നമുക്ക് കാണാം. നാളെ കാണാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, ബൈ ബൈ.